എല്ലാം റെഡി അല്ലേ? അപ്പോ ഞാൻ ഫസ്റ്റ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് തുടങ്ങാം. സ്റ്റാർട്ട് ചെയ്ത് എന്തെങ്കിലും റിയാക്ഷൻ തരേ, ഒരു തംസപ്പ് എന്തെങ്കിലും തരും. ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് തുടങ്ങാം. ഞാൻ സൻഹ. ഞാൻ ഇവിടെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹരിയാനയിൽ സൈക്കോളജിയിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യണം. മലപ്പുറമാണ് വീട്. പിന്നെന്തൊക്കെയാ, നമുക്ക് കോഴ്സ് ഇന്ന് ഞാൻ എടുക്കാൻ പോണത് ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് പറഞ്ഞുതരാം. നമ്മൾ അബ്നോർമൽ സൈക്കോളജിന്റെ ആ ഒരു ഇതൊക്കെയാണ് പോണത്. അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഡീലിംഗ് വിത്ത് സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോണത് സ്കിസോഫ്രീനിയ. കേൾക്കുമ്പോൾ തന്നെ എന്തോ വലിയ പേരല്ലേ. പക്ഷേ നമ്മളൊന്നും കൂടെ കോഴ്സിന് പോണതിന് മുന്നേ, ഞാനിപ്പോ ഈ ക്ലാസ്സിൽ ആരും എനിക്ക് അറിയില്ല. അപ്പൊ ജസ്റ്റ് 1-2 ആൾക്കാരൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് തുടങ്ങിയാലോ? ആരെങ്കിലും ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് സെൽഫ് ഇൻട്രോ. ഹായ്, ഗുഡ് ഈവനിങ്. എന്റെ പേര് കവിത, കണ്ണൂരാണ്. ഹസ്ബൻഡ് 2 കുട്ടികള്. ഇന്നലെ 3rd ഇയറിന്റെ പ്രാക്ടിക്കൽ കഴിഞ്ഞ് എത്തിയതേ ഉള്ളൂ. ഓ, എന്തായിരുന്നു? സോഫാർ സൈക്കോളജി ഇപ്പൊ 3rd ഇയറിലാണല്ലോ. അപ്പൊ ഇതുവരെ എങ്ങനെയുണ്ട് സൈക്കോളജി കോഴ്സ് ഒക്കെ? കുഴപ്പമില്ലാണ്ട് പോകുന്നു. ഇൻട്രസ്റ്റോടെ എടുത്തതാണ്. പക്ഷെ നമ്മളിപ്പോ കുറച്ച് ലാഗ് വന്നതുകൊണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് തീർന്നു കിട്ടിയാൽ മതി എന്നുള്ളൊരു മൈൻഡിലോട്ട് പോയിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് മാസ്റ്റേഴ്സിന് പോകാൻ പ്ലാൻ ഉണ്ടോ? അങ്ങനെയുള്ള ആഗ്രഹത്തിലാണ് ഇതിലോട്ട് വന്നതും. ഫസ്റ്റ് ഇയർ നല്ല ഇൻട്രസ്റ്റോടുകൂടി കംപ്ലീറ്റ് ചെയ്തത്. അപ്പൊ 2nd ഇയറിൽ ചെറിയ ലാഗ് വന്നു. പിന്നെ കുറച്ചൊന്ന് ബാക്ക് ആയിട്ടുള്ളത്, എല്ലാം കൂടി മാനേജ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്. കുറച്ചൊന്ന് എത്തണില്ല എല്ലാം കൂടെ. ഇതില് വീഡിയോ ഓണാക്കാൻ കംഫർട്ട് ഉള്ള ആൾക്കാരൊക്കെ ഒന്ന് വീഡിയോ ഓൺ ആക്കിട്ടോ. കാരണം നമ്മള് ഫിസിക്കലി ക്ലാസ്സിൽ എടുക്കണ പോലെ അല്ലല്ലോ. അപ്പൊ നമ്മള് വാട്സപ്പിൽ ബ്ലൂ ടിക്ക് ഓഫ് ആക്കിയ പോലെ ആയിരിക്കും ഉണ്ടാവുക. അത് അവിടെ ആളുണ്ടോ ഇല്ലേ, നിങ്ങൾ ഓണാക്കി വെച്ച് പോയിക്കണോ നമുക്കറിയില്ലല്ലോ. ആരെങ്കിലും പറ്റുന്ന ആൾക്കാര് ഒന്ന് വീഡിയോ ഓണാക്കേ. വേറെ ആർക്കെങ്കിലും സെൽഫ് ഇൻട്രോ തരാൻ താല്പര്യമുണ്ടോ? ഒരാളും കൂടെ പറഞ്ഞിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കടന്നു വരൂ. എന്താണ് എനിക്കൊരു ഐഡിയ വേണ്ടേ ഞാൻ ആർക്കാ ക്ലാസ് എടുക്കണമെന്നൊക്കെ. എന്റെ പേര് ഇസ്മായിൽ എന്നാണ്. തിരൂർ സ്വദേശിയാണ്. പക്ഷെ ഒരു സീനിയർ സിറ്റിസൺ ആണ് കേട്ടോ, കുറച്ച് പ്രായമുണ്ട്. ഇപ്പൊ ഇഗ്നോയില് സൈക്കോളജി ചെയ്യുന്നുണ്ട്. പിന്നെ 3rd ഇയർ ആണ്. പിന്നെ മുമ്പ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയർ ആയിരുന്നു. ഗൾഫിലൊക്കെ ജോലി, അവിടെ നിന്നൊക്കെ തിരിച്ചു വന്നപ്പോ നാട്ടിലെ ബിസിനസ്സും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോഴും നാട്ടിലില്ല, ഇവിടെ കൽക്കട്ടയിലാണുള്ളത്. പരിചയപ്പെട്ടത് സന്തോഷം. പിന്നെ ഞാൻ വൈകുന്നേരത്തെ നടത്തൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഷർട്ടൊന്നും ഇട്ടിട്ടില്ല. അതാണ് ഞാൻ വീഡിയോയിൽ വരാത്തത്. എന്നാ വീഡിയോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓഡിയോയിലൂടെ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളെ നമ്മള് സൈക്കോളജി വരുമ്പോ നമ്മള് റിയൽ ലൈഫിൽ അപ്ലൈ ചെയ്യണ ഒരു ഇതാണല്ലോ. ഓക്കെ, കണ്ടതിൽ സന്തോഷം. നമ്മള് ഓഡിയോ ഓൺ ആക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ചോദിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതേപോലെ ഡിസ്കഷൻസോ കാര്യങ്ങളൊക്കെ. കാരണം കുറെ റിയൽ ലൈഫിൽ നമ്മൾ കണ്ടുവരുന്ന കാര്യങ്ങളെ സൈക്കോളജിയിൽ പഠിക്കണം അല്ലെ? നിങ്ങൾക്ക് തോന്നിയിട്ടില്ല അതൊക്കെ? അപ്പൊ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്യുക, പറയാ, കമന്റ് സെക്ഷൻ ആക്റ്റീവ് ആക്കുക, ഇമോജി ഇടുക, ഡൗട്ട് ഉള്ളതിനോ ഇതിനൊക്കെ ഇമോജീസ് ഒക്കെ ഇങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം മാക്സിമം. അപ്പൊ എന്നാ ക്ലാസ് കിടക്കാം നമുക്ക്. നമ്മള് പറഞ്ഞാൽ നമ്മള് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോണത് യൂണിറ്റ് 1 സ്കിസോഫ്രീനിയ ഗ്രീക്ക് വേർഡ് നിന്നാണ് വന്നിട്ടുള്ളത്. അതിന്റെ ഇതെന്താന്ന് വെച്ചാല്, സ്കിസോ എന്ന് പറഞ്ഞാല് സ്പ്ലിറ്റ്,
രണ്ട്, മുറിഞ്ഞത് അങ്ങനെയൊക്കെ. പിന്നെ ഫ്രെയിൻ എന്ന് പറഞ്ഞാല് മൈൻഡ്. അപ്പൊ സ്പ്ലിറ്റ് മൈൻഡ്, സ്പ്ലിറ്റ് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം രണ്ട് മൈൻഡ്, മനസ്സ്, രണ്ട് മനസ്സ് എന്നുള്ള രീതിയിലാണ് സ്കിസോഫ്രീനിയന്റെ. ഗ്രീക്ക് എന്നാണ് അതിന്റെ ഒറിജിൻ വരുന്നത്. പിന്നെ യൂജീൻ ബ്ലൂവർ, അതിന്റെ ഹിസ്റ്ററി പറയുമ്പോൾ കുറച്ച് ഇങ്ങനെ ഉണ്ട്, പക്ഷെ നമുക്ക് അതൊക്കെ ഒന്നും കിടക്കില്ല. നമുക്ക് ബേസിക് ആയിട്ട് എന്താണ് സ്കിസോഫ്രീനിയ, അതിന്റെ സിംറ്റംസും. നിങ്ങൾ ആദ്യമായിട്ടാണോ ഈ അബ്നോർമലിന്റെ ക്ലാസ്സിൽ ഇരിക്കണ? DSM അങ്ങനത്തെ ഒക്കെ അറിയണ്ടാവില്ലേ? ആരെങ്കിലും ഒരു തംസപ്പ് എങ്കിലും അറിയില്ലേ? അറിയാമെന്ന് മുമ്പ് ക്ലാസ്സിൽ ഇല്ലേ? ഓക്കെ. അപ്പൊ DSM ക്രൈറ്റീരിയാസും അതിന്റെ സിംറ്റംസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യണ്ടാവുക. ഓക്കെ, ഇനി ഫസ്റ്റ് ഞാൻ പറഞ്ഞില്ല സ്പ്ലിറ്റ് മൈൻഡ് ഒന്നുമില്ല. സ്കിസോഫ്രീനിയ എന്ന് പറയുമ്പോൾ നമ്മള് സിവിയർ കോംപ്ലക്സ് ഡിസോർഡർ എഫക്റ്റിംഗ് കോഗ്നിഷൻ, ഇമോഷൻ, ബിഹേവിയർ. ഡെഫിനേഷൻ വൈസ് ഇങ്ങനെയാണ്. പക്ഷെ ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞാല് നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നു, നമുക്ക് എങ്ങനെ ഫീൽ ചെയ്യണത്, നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യണത്, ഇതിനാണ് കാര്യമായിട്ട് ഇത് ബാധിക്കുക. നോർമലി നമ്മളൊരു മരണം വീട്ടിൽ പോയാൽ എങ്ങനെയായിരിക്കും ഉണ്ടാവുക? നമ്മൾ അവിടെ ഇങ്ങനെ ആഹ്ലാദിക്കുക, ആനന്ദിക്കുക, നമ്മൾ അട്ടഹസിച്ചിരിക്കുക, അങ്ങനൊന്നും ചെയ്യൂലല്ലോ. പക്ഷെ നമ്മള് സൊസൈറ്റിക്ക് നോക്കുമ്പോ നമ്മള് മരണ വീട്ടിൽ പോയാലും നമ്മളൊരു കാമായിട്ട് അങ്ങനെ ഇരിക്കും. കല്യാണ വീട്ടിൽ പോയാൽ ഒരു ഭയങ്കര ആഘോഷത്തിന്റെ മൂടായിരിക്കും. അപ്പൊ നമ്മൾ ഓരോ സ്ഥലത്തിനനുസരിച്ച്, സന്ദർഭത്തിനനുസരിച്ചൊക്കെ നമ്മള് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് നമ്മള് സൈക്കോളജിയിൽ നമ്മൾ അതിന് ഒരു നോർമൽ എന്നുള്ളൊരു കാറ്റഗറിയിൽ വരുത്തുന്നുണ്ട്. പക്ഷെ ഇതിനപ്പുറം ഇതാകുമ്പോഴാണ് നമുക്കൊരു ഡിസോർഡർ, നമ്മളത് ഭയങ്കര ബാധിക്കുന്ന ഡിസോർഡർ വരുന്നത്. സ്കിസോഫ്രീനിയയിലും തന്നെ നമ്മൾ എങ്ങനെ ചിന്തിക്കണം എന്നുള്ളത്, നമ്മളെങ്ങനെ, അതൊക്കെ നമ്മൾ ഇനി പറയൂട്ടോ, ഈ ചിന്തകളിലും ഫീലിങ്ങിലും ബിഹേവിയറിലും ഒക്കെ എങ്ങനെയാണ് ഡിഫറൻസ് വരുന്നത് നമ്മൾ പറയും. മെയിൻ ആയിട്ട് ഇതിനൊക്കെയാണ് എഫക്ട് ചെയ്യണം. പിന്നെ കോർ ഫീച്ചർ ബ്രേക്ക് ഫ്രം റിയാലിറ്റി. നമ്മൾ റിയാലിറ്റിന്ന് നമ്മൾ വിട്ടുപോവാണ്. ഈ തിരിച്ച് റിയാലിറ്റി ആയിട്ട് പോകാന്ന് നമ്മളിങ്ങനെ ആൾക്കാരോട് പറയുമല്ലോ, പക്ഷെ അത് ഭയങ്കരമായിട്ട് ഉടനീളം നമ്മുടെ ജീവിതത്തിൽ ഉടനീളം ഭയങ്കരമായിട്ട് നമ്മൾ തീരെ. അതിലുള്ള രണ്ട് എക്സാമ്പിൾ ആണ് നമ്മൾ റിയാലിറ്റിയിൽ ഇല്ലാതിരിക്കുക എന്നുള്ള രണ്ട് ഇതാണ്, സിംറ്റംസ് ആണ്, ഫീച്ചർ ആണ് പറയുന്നത്. ഡെലൂഷൻസും ഹാലൂസിനേഷൻസും. ഡെലൂഷൻ, ഹാലൂസിനേഷൻ, ഇത് രണ്ടും നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉള്ള സംഭവമാണ്. ഡെലൂഷൻ എന്ന് പറയുമ്പോൾ ഐഡിയാസ് ആണ്. നമ്മൾ ഹാലൂസിനേഷൻ അല്ല, ഡെലൂഷൻ ബിലീഫ്സ് ആട്ടോ, വിശ്വാസമാണ്. ഡെലൂഷൻ ബിലീഫും, ഹാലൂസിനേഷൻ ഐഡിയാസും ആണ്. അതായത് ഡെലൂഷൻ എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ വിശ്വസിക്കുകയാണ്, ഇന്ന ആരോ കൊല്ലാൻ വരുന്നുണ്ട്, അല്ലെങ്കിൽ ഏതോ ഫേമസ് ഉള്ള ഒരാള് ഇന്റേതാണ്. ഇപ്പൊ ടൊവിനോ തോമസിന്റെ മുത്താപ്പാന്റെ കുട്ടിയാണ്, അങ്ങനൊക്കെ നമ്മൾ വിശ്വസിക്കണം. വെറുതെ കളിയാക്കി പറയല്ല, നമ്മളിങ്ങനെ പറയാ അങ്ങനെ ആണ്, അല്ലെങ്കിൽ എന്റെ ഉറ്റ സുഹൃത്താണ് മമ്മൂട്ടി എന്നൊക്കെ നമ്മളോട് പറയാണ്, അതിൽ നമ്മൾ വിശ്വസിക്കണമുണ്ട്. അതാണ് ഡെലൂഷൻ വരുന്നത്. അതിൽ കുറെ കാറ്റഗറി ഓഫ് ഡെലൂഷൻസ് ഉണ്ട്. പിന്നെ ഹാലൂസിനേഷൻസ് നമ്മളെ സെൻസസ് ആണ്. നമ്മള് സൈറ്റ്, നമ്മള് സെൻസറി ഹാലൂസിനേഷൻസ്, നമ്മള് ഓഡിറ്ററി ഉണ്ട്, വിഷ്വൽ ഉണ്ട്, പിന്നെ ഓൾഫാക്ടറി ഉണ്ട്, ഇതിലുണ്ട്, ടച്ചിലുണ്ട്, നമ്മള് ടേസ്റ്റിൽ, അങ്ങനത്തെ ഒക്കെ ഭയങ്കരമായിട്ട് നമുക്ക് തോന്നുന്നത് പെർസിസ്റ്റന്റ് ആട്ടോ. അപ്പൊ ഇങ്ങനെ ഒരിക്കൽ തോന്നും, ഒരിക്കൽ തോന്നൂല, അങ്ങനെയല്ല. ഇത് ഭയങ്കര കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് ഭയങ്കര വിശ്വാസമാണ്, ആരോ ഭയങ്കര ഒരു വിശ്വാസം ഉണ്ട്, ആരോ എന്നെ ഫോളോ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എന്തോ എന്റെ മേലിൽ കൂടെ അരിക്കുന്നുണ്ട്. അത് ടാക്ടൈൽ സെൻസേഷൻ ഇത് ഹാലൂസിനേഷൻ വരുന്നത്. എന്തോ എന്റെ മേലെ അരിക്കുന്നുണ്ട് എന്നുള്ള ഫീലിംഗ് ഉണ്ടല്ലോ, അത് ഭയങ്കര കണ്ടിന്യൂസ് ആ. അത് ഇടയ്ക്ക് അരിക്കുന്നുണ്ട്, ഇടയ്ക്ക് അരിക്കണില്ല എന്നല്ല, പക്ഷെ നമുക്ക് ഭയങ്കരമായിട്ട് ഉറപ്പുണ്ട് ഇത് ഇങ്ങനെ അരിച്ചു പോകുന്നുണ്ട്. പക്ഷെ കാണുമ്പോ ഒന്നുമില്ല, എന്തോ അരിക്കണ്ടേ, എന്തോ ഒരു കെട്ട നാറ്റൊക്കെ വരുന്നുണ്ടാവും അവിടെ. പക്ഷെ അങ്ങനെ സ്മെല്ല് വരാന് അവിടെ കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല, പക്ഷെ നമുക്ക് ഭയങ്കര സ്മെല്ല് അടിക്കണമൊക്കെ ഉണ്ടാവും. അപ്പൊ ഈ ഡെല്യൂഷൻ ഹാലൂസിനേഷൻ കോൺസെപ്റ്റ് മനസ്സിലായോ? ആർക്കെങ്കിലും അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണോ? ഞാൻ ഒന്നുകൂടെ ക്ലിയർ. ഡെല്യൂഷൻ എന്ന് പറയുമ്പോ നമ്മളെ ബിലീഫാണ്, നമ്മൾ വിശ്വസിക്കണം, ഉറച്ചു വിശ്വസിക്കണം. ഹാലൂസിനേഷൻ എന്ന് പറയുമ്പോൾ ഐഡിയാസ് ആണ്, നമ്മളെ സെൻസസ് റിലേറ്റഡ് ആണ് ഹാലൂസിനേഷൻസ് വരുന്നത്. പിന്നെ വരുന്നതാണ് ഡിസോർഗനൈസ്ഡ് സ്പീച്ച്, ബിഹേവിയർ, ഇൻഅപ്രോപ്രിയേറ്റ് അഫക്റ്റ്. ഈ അഫക്റ്റ് എന്ന് പറയുന്നത് നമ്മളെ ഫീലിങ്സിനെ കേട്ടോ അഫക്റ്റ് എന്ന് പറയണത്.
ഒരു കാര്യം പറയും, അതിനൊക്കെ ഇനി ഓരോ ടേംസ് ഉണ്ട്, അതൊക്കെ നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്യും കേട്ടോ. നമ്മളൊരു കാര്യം പറയും, അപ്പോൾ ഇതിന് അടുത്ത കാര്യത്തേക്ക് കിടക്കും. അല്ലെങ്കിൽ നമ്മൾ രണ്ട് കാര്യങ്ങൾ പറയുമ്പോൾ രണ്ടിനും ഒരു ബന്ധവും ഉണ്ടാവില്ല. ചക്ക പറയുമ്പോ മാങ്ങ പറയും. ഇപ്പൊ ഏതോ പടത്തിലില്ലേ ജഗതിയും ഒരാൾ ഇങ്ങനെ എന്തോ പറയുമ്പോ ഇങ്ങനെ പൂരപ്പറമ്പ് ഇവിടത്താണ് നല്ല പറയുമ്പോ ബിരിയാണി അവിടത്താണ് നല്ല, അങ്ങനെ ഒരു ഭയങ്കര ഒരു സെൻസ് ഇല്ലാത്ത കാര്യം പറയല്ലോ. അവിടെ ഡിസോർഗനൈസ്ഡ് സ്പീച്ചും ബിഹേവിയറും വരുന്നത്. അതുപോലെ ഇൻഅപ്രോപ്രിയേറ്റ് അഫക്റ്റ്. ഒരാൾ സങ്കടം വന്നിങ്ങനെ ഇരിക്കുമ്പോ നമുക്ക് അത് കണ്ടിട്ട് ചിരി വരിക, അല്ലെങ്കിൽ ദേഷ്യം വരുമ്പോൾ നമുക്ക് ചിരി വരുന്നത്, അല്ലെങ്കിൽ ചിരിക്കേണ്ടടുത്ത് നമുക്ക് ഇങ്ങനെ കരച്ചിൽ വരുന്നത്, അതാണ് ഇൻഅപ്രോപ്രിയേറ്റ്. ഇൻഅപ്രോപ്രിയേറ്റ് പറയുമ്പോൾ നമ്മള് അവിടെ അപ്രോപ്രിയേറ്റ് അല്ല, അവിടെ നമ്മൾ കാണിക്കാൻ ഉദ്ദേശിക്കണം അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിന് അനുസരിച്ചുള്ള ഒരു ഫീലിംഗ് ആവില്ല നമ്മളവിടെ കാണിക്കും. അഡോളസൻസ്, ഈ അഡൾട്ട്ഹുഡ്, ഇങ്ങനെ അഡൾട്ട്ഹുഡ് ഇങ്ങനെ കടക്കണ സമയത്ത് ഈ ആണുങ്ങളിലാണെങ്കിൽ ഒന്നും കൂടെ നേരത്തെ ആവുന്ന പറയണം കമ്പയർഡ് ടു ലേഡീസ്. പിന്നെ ഇത് ആർക്കൊക്കെ റിസ്ക് കൂടുതൽ എന്നുള്ളത്, ഒന്ന് ഹൈ റിസ്ക് ഓഫ് സബ്സ്റ്റൻസ് അബ്യൂസ്. നമ്മൾ ഈ ഡ്രഗ്സ് അങ്ങനത്തെ ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് 50% ചാൻസ് ഉണ്ട് ഇങ്ങനത്തെ സ്കിസോഫ്രീനിയ വരാൻ. ഇവര് ഡ്രഗ്സ് ഉണ്ടല്ലോ, അത് നമ്മൾ എവിടെയോ ആണ്, അല്ലെങ്കിൽ നമ്മൾ വേറെ ഏതോ ലോകത്താണ്, നമ്മളെ ചിന്തകളൊക്കെ മാറ്റാൻ അങ്ങനത്തെ തരം ഡ്രഗ്സ് ഉണ്ട്. അപ്പൊ അതൊക്കെ കഴിച്ചാൽ അതിന്റെ സൈഡ് എഫക്ട്സ് ഒക്കെ ആയിട്ട് നമുക്ക് 50% ചാൻസ് ആണ് വരാൻ. ഇതിന്റെ റിസ്ക് അബണ്ടന്റ് ആ കോമൺ. അപ്പൊ നമ്മൾ തന്നെ പറയാണ് സ്കിസോഫ്രീനിയ ഒന്നും അറിയില്ല സംഭവമാണ്. ഒരു നമ്മൾ ഉപദ്രവിക്കും, ടേംസ് ഒക്കെ കേൾക്കുമ്പോൾ നമ്മൾ എന്താ വിചാരിക്കുക, നമ്മൾ ഓരൊക്കെ നമ്മൾ ആക്രമിക്കും എന്നുള്ളതാണ്. പക്ഷെ ഓരോ അവസ്ഥകളാണ് അതൊക്കെ. അപ്പോ മാറ്റി നിർത്തുക, അതൊക്കെ ഇവർ അനുഭവിക്കണം കേട്ടോ. പിന്നെ വരെ കൈ ഒഴിയണതാണ് നമുക്ക് കോമൺ ആയിട്ട് ഇതിൽ കാണാം. പിന്നെ വാട്ട് ഈസ് സ്കിസോഫ്രീനിയ, ഇനി നമ്മൾ ക്ലിനിക്കൽ, ഞാനിപ്പോ ജനറൽ പെർസ്പെക്റ്റീവ് ഒരാൾക്ക് നമുക്ക് വെറുതെ നമ്മൾ സൈക്കോളജി ഫീൽഡിൽ അല്ലാത്ത ഒരാൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കാം സ്കിസോഫ്രീനിയ എന്താ ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കാനുള്ള രീതിയിലും പറഞ്ഞത്. നമ്മൾ ക്ലിനിക്കൽക്ക് വരും. ക്ലിനിക്കലിൽ വരുമ്പോൾ സ്കിസോഫ്രീനിയ എന്താണ്? DSM-5 ആണ് നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് ഉള്ളത്. DSM-5 TR ആണ്, പക്ഷെ നമ്മൾ DSM-5ന്റെ കാറ്റഗറി പഠിക്കണം. DSM-5 പറയണത് ഈ സ്കിസോഫ്രീനിയന്റെ അണ്ടറിൽ കുറെ ഉണ്ട്. അതായത് സ്കിസോഫ്രീനിയ സ്പെക്ട്രം എന്ന് പറയുമ്പോൾ നമ്മളൊരു മഴവില്ലില്ലേ, മഴവില്ലി ഓക്കെ, പച്ച, ചുവപ്പ്, നീല, അങ്ങനെ കുറെ കളേഴ്സ് ഉണ്ട്. അപ്പൊ ഈ മഴവില്ല് ഇങ്ങനത്തെ ഒരു സ്പെക്ട്രം, ഇങ്ങനെയൊക്കെ കുറെ അസുഖങ്ങൾ വരുന്ന സ്കിസോഫ്രീനിയ സ്പെക്ട്രം ഡിസോർഡേഴ്സ്. ഓക്കെ, കുറെ അസുഖങ്ങൾ കൂടി സ്കിസോഫ്രീനിയ സ്പെക്ട്രം ഡിസോർഡേഴ്സ് എന്നുള്ള ഒരു സ്പെക്ട്രത്തിൽ നിന്ന് ഒരു നിറം, ഒരു കളർ ആണ് ഈ സ്കിസോഫ്രീനിയ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിന്റെ ബാക്കി കളേഴ്സ് എന്തൊക്കെ? സ്കിസോ അഫക്റ്റീവ് ഉണ്ട്, അതേപോലെ സ്കിസോഫ്രീനിഫോം, ഡെലൂഷണൽ ഡിസോർഡർ, ബ്രീഫ് സൈക്കോട്ടിക് ഡിസോർഡർ. ഇതൊക്കെ നമ്മള് DSM ക്രൈറ്റീരിയാസിന്റെ ഡിഫറൻസിലാണ് വേറെ വേറെ ആണ് ഇപ്പൊ നമ്മൾ പഠിക്കുന്നത് സ്കിസോഫ്രീനിയ എന്ന് പറഞ്ഞിട്ടുള്ള. അപ്പൊ സ്കിസോഫ്രീനിയയില് നമ്മള് ഇനി ഞാൻ ഒരു റിയാലിറ്റി പോലത്തെ ഒരു സംഭവം പറഞ്ഞിട്ടാ. നമ്മൾ ഇന്റേൺഷിപ്പ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ DSM നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ DSM പഠിക്കുക. പക്ഷെ നമ്മൾ ക്ലിനിക്കൊക്കെ ഇറങ്ങുമല്ലോ, ക്ലിനിക്കൽ സൈക്കോളജി എടുത്തിട്ടൊക്കെ നമ്മൾ ക്ലിനിക്കൊക്കെ ഇറങ്ങുമ്പോൾ നമ്മൾ ICD ആട്ടോ. നമ്മളെ ഇന്ത്യയിൽ ഞാൻ കണ്ടുവന്നത്, ഞാൻ 2 ഇന്റേൺഷിപ്പ് ചെയ്തതാണ്, രണ്ടിടത്തും ICD-10 ആണ് അവിടൊക്കെ യൂസ് ചെയ്യണം. ബെറ്റർ ആയിട്ടുള്ള ഡയഗ്നോസ്റ്റിക് ക്യാരക്ടേഴ്സ് കൊടുത്തതും ICD-യിലാണ്. നമ്മൾ പഠിക്കുന്നത് ചെറിയ വ്യത്യാസങ്ങൾ എന്തോ ഉള്ളു, പക്ഷെ നമ്മള് കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുക ICD ആണ്. പ്രാക്ടിക്കൽക്ക് വരുമ്പോ നമ്മൾ തിയറിയും പ്രാക്ടിക്കലും വ്യത്യാസങ്ങളുണ്ട് കേട്ടോ. അപ്പോ ICD ഡയഗ്നോസിസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും. ഇനി നമ്മൾ DSM-5ന്റെ ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയാസ് എന്തൊക്കെയാന്ന് നോക്കാം. ഒന്ന്, 2 സിംറ്റംസ്
2 ലെസ് ദാൻ 2 സിംറ്റംസ്, രണ്ടെന്തായാലും വേണം, അല്ലെങ്കിൽ അതിന്റെ താഴെ സിംറ്റംസ് 1 മാസം. എന്തൊക്കെയാണ് ആ സിംറ്റംസ് പറയണത്? ഒന്നുകിൽ ഡെലൂഷൻ വേണം, അല്ലെങ്കിൽ ഹാലൂസിനേഷൻ, ഡിസോർഗനൈസ്ഡ് സ്പീച്ച്, ഡിസോർഗനൈസ്ഡ് കാറ്ററ്റോണിക് ബിഹേവിയർ, അല്ലെങ്കിൽ നെഗറ്റീവ് സിംറ്റംസ്. ഇതില് കാറ്ററ്റോണിക്കും നെഗറ്റീവ് സിംറ്റം എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു, ഡെലൂഷൻ എന്താ? പ്രസൻസ് ഉണ്ട്, നമുക്ക് എന്തോ വിശ്വാസം ഉണ്ട് എന്നുള്ളതാണ് ഡെലൂഷൻ. ഹാലൂസിനേഷൻസ് നമുക്ക് എന്തോ സെൻസ് ചെയ്യുന്നുണ്ട്. ഇത് രണ്ടും ഇല്ലാത്തൊരവസ്ഥ വരുമ്പോഴാണ് നെഗറ്റീവ് സിംറ്റംസ് വരിക. ഓക്കെ, ക്രൈറ്റീരിയ കഴിഞ്ഞാൽ ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം എന്താണ് ഈ നെഗറ്റീവ് സിംറ്റംസ്, കാറ്ററ്റോണിക് ബിഹേവിയർ എന്നൊക്കെ. അപ്പൊ നമ്മളിപ്പോ കുറച്ച് സിംറ്റംസ് പറഞ്ഞല്ലോ, ഡെലൂഷൻ, ഹാലൂസിനേഷൻ, ഡിസോർഗനൈസ്ഡ് സ്പീച്ച്, ഡിസോർഗനൈസ്ഡ് അല്ലെങ്കിൽ കാറ്ററ്റോണിക് ബിഹേവിയർ, നെഗറ്റീവ് സിംറ്റംസ്. ഈ സിംറ്റംസില് 2 2ൽ കുറവോ, 2 എന്തായാലും വേണം, മിനിമം 2 വേണം, ഈക്വൽ ടു 2. അതാണ് ഒക്യുപേഷണൽ ഡിസ്ഫങ്ഷൻ. അതായത് നമ്മള് സൊസൈറ്റിയിൽ നിന്ന് നമ്മൾ വിഡ്രോ ആവുക, അതൊക്കെ നെഗറ്റീവ് സിംറ്റംസിന്റെ ഭാഗാട്ടോ. നമ്മൾ സൊസൈറ്റിയിൽ നിന്ന് വിഡ്രോ ആവുക, നമ്മൾ കൂടുതൽ സോഷ്യൽ പറ്റിയാണ് പറയുന്നത്. നമ്മൾ സൊസൈറ്റിയിൽ നല്ല ആക്റ്റീവ് ആയിട്ട് ഉണ്ടായിരുന്ന ഒരാള് അതിന്ന് വിഡ്രോ മനസ്സിലാവാതിരിക്കുക. അതേപോലെ ഒക്യുപേഷൻ, നമ്മളെ ജോലി സ്ഥലത്തും തന്നെ നമുക്ക് കറക്റ്റ് ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ എങ്ങനെ ആയിരുന്നു ഉണ്ടായിരുന്നത്, അതേപോലെ സൊസൈറ്റിയിലാവട്ടെ, നമ്മളെ ജോലി സ്ഥലത്തൊക്കെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു സിംറ്റം. പിന്നെ ഡ്യൂറേഷൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6 months. നമുക്കിപ്പോ 5 മാസം ഉള്ളൂ എന്നുണ്ടെങ്കിൽ പിന്നെ അത് കാറ്റഗറി മാറും. ബ്രീഫ് സൈക്കോട്ടിക്കോ, അങ്ങനെ 2 മാസം എന്നുള്ളെങ്കിൽ ബ്രീഫ് സൈക്കോട്ടിക്, അങ്ങനെയൊക്കെ കുറച്ച് ഇതുണ്ട്. അപ്പൊ ഡ്യൂറേഷനിലാണ് സ്കിസോഫ്രേനിയന്റെ മെയിൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവം ഉള്ളത്. 6 മാസത്തിൽ ഇത് വേണം, 6 മാസമെങ്കിലും, മിനിമം 6 മാസമെങ്കിലും വേണം. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ നെഗറ്റീവ് സിംറ്റംസ് കാണിക്കും. അതേപോലെ ഒരു കാര്യത്തിനോട് താല്പര്യം ഇല്ലായ്മയൊക്കെ, അതൊക്കെ മൂഡ് ഡിസോർഡേഴ്സിൽ ആ സിംറ്റംസ് വരും കേട്ടോ. പക്ഷെ ആ മൂഡ് ഡിസോർഡേഴ്സ് ആവട്ടെ, ഞാൻ പറഞ്ഞ ഹാലോസിനോജൻസ്, ഡ്രഗ്സ് യൂസ് ചെയ്താൽ നമുക്ക് ഇങ്ങനെ ഓരോ ഫീലിങ്സ് കാര്യങ്ങളൊക്കെ വരും. അതൊന്നും ആവരുത്. നമ്മളെല്ലാ DSM-ന്റെ ലാസ്റ്റ് ഉള്ളതാ അല്ലെ ഈ മൂഡ് ഡിസോർഡേഴ്സ്, അല്ലെങ്കിൽ വേറെ സബ്സ്റ്റൻസ് അബ്യൂസ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡിസോർഡേഴ്സ് റിലേറ്റഡ് ആവരുത് എന്നുള്ളത്. ഇനി ഇതുവരെ പറഞ്ഞില്ല, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ ആണോ? ആരെങ്കിലും എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ടോ? ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ടേം മനസ്സിലാവാതിരിക്കുക, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ വേണം. നമ്മൾ സൈക്കോളജിയിൽ അത് ഇമ്പോർട്ടന്റ് ആയിട്ട് പറയണതാണല്ലോ, കമ്മ്യൂണിക്കേഷൻ വേണം എന്നുള്ളത്. കമ്മ്യൂണിക്കേഷൻ എന്താ? ആശയവിനിമയം. ഞാൻ ഒരു കാര്യം, അത് ഏത് ഭാഷയാവട്ടെ, ഏത് സ്റ്റൈലിലാവട്ടെ, ഞാൻ ഒരു കാര്യം അവിടെ പറഞ്ഞത് ഓപ്പോസിറ്റ് ഉള്ള ആളെടുത്ത് എത്തും വേണം, അയാൾക്ക് മനസ്സിലാവും വേണം, അയാളെ റെസ്പോണ്ട് ചെയ്യും വേണം. അവിടെ കമ്മ്യൂണിക്കേഷൻ നടക്കുള്ളൂ. അപ്പോ ഞാൻ പറഞ്ഞത് കമ്മ്യൂണിക്കേറ്റ് ആവണില്ലേ? എന്തെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ പറയാം. നെക്സ്റ്റ് സിംറ്റംസ് ഞാൻ പറഞ്ഞല്ലോ, നെഗറ്റീവ്, പോസിറ്റീവ് എന്നുള്ളത്. താങ്ക് യു. അപ്പൊ പോസിറ്റീവ് സിംറ്റംസിലാണ് നമ്മളെ ഹാലൂസിനേഷൻ, ഡെലൂഷൻ, ഡിസോർഗനൈസ് സ്പീച്ച് ഒക്കെ. ഇത്ര മാത്രം ആലോചിച്ചാൽ മതി. ഇതൊക്കെ ഉള്ളതാ, നമുക്ക് എക്സ്ട്രാ വരുന്ന സാധനങ്ങളാ. നമുക്ക് ഇതുവരെ ആയിട്ട് ആരെങ്കിലും നമ്മളെ കൊല്ലാൻ വരുന്നുണ്ടോ എന്നുള്ള തോട്ട് ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്പോൾ ഉണ്ട്. അഡീഷൻ ഓഫ് സിംറ്റംസ് ആണ്, ഇതുവരെ ഇല്ലാത്തത് നിന്ന് ആഡ് ആവുകയാണ്. ഹലൂസിനേഷൻ ഉണ്ട്, ഞാൻ എന്തോ കേൾക്കുന്നുണ്ട്, ആരോ എന്നോട് എന്തോ പറയുന്നുണ്ട്, എന്റെ കുറ്റം പറയുന്നുണ്ട്, എനിക്ക് കേൾക്കുന്നുണ്ട്, എന്റെ തോട്ട്സ് തന്നെ എനിക്ക് ഒച്ചത്തിൽ കേൾക്കുക. നമുക്കിങ്ങനെ ആലോചിക്കാം ഇപ്പൊ ഇങ്ങനെയെന്നുള്ളത്. അപ്പൊ നമ്മൾ അവിടെ കൊടുത്ത ഇമേജ് കണ്ടോ, റൈറ്റിലൊരു ഏഞ്ചലും ലെഫ്റ്റിലൊരു ഡെവിലും, ഇങ്ങനെ അതൊക്കെ നമുക്കിങ്ങനെ തോന്നണം ആരോ നമ്മളോട് എന്തോ പറയുന്നുണ്ട്. ഓഡിറ്ററി ഹലൂസിനേഷന്റെ ഭാഗമാണ്. അപ്പൊ നമ്മളെ ഇതുവരെ ഇല്ലാത്തൊരു സാധനമാണ്, അത് ഇപ്പൊ ഉണ്ട്. പിന്നെ നമുക്ക് ഡിസോർഗനൈസ്ഡ് തോട്ടോ സ്പീച്ചോ ഉണ്ടായിരുന്നില്ല, പറയുമ്പോ ഇങ്ങനെ എന്ന് പറയാ,
എന്തൊരു ഇതില്ലാതെ പറയാം, അങ്ങനെയൊക്കെ ഉള്ളതാണ് ഡിസോർഗനൈസ്ഡ് സ്പീച്ചിലൊക്കെ വരുന്നത്. അപ്പൊ അത് നെഗറ്റീവ് സിംറ്റം. ഈ നെഗറ്റീവ് സിംറ്റം ഫ്ലാറ്റ് എഫക്ട്, ഒരു റിയാക്ഷൻ ഇല്ല. ബോംബ് പൊട്ടിയ പോലും ഇവരറിയില്ല. ഇവരിങ്ങനെ എന്റെ ഇപ്പൊ ഞാൻ പുതിയ ഫോൺ എടുത്തെന്ന് വിചാരിക്കാം, ഇപ്പൊ ലേറ്റസ്റ്റ് 17 പ്രോ മാക്സ് കുറക്കണ്ട നമുക്ക്. ഞാൻ 17 പ്രോ മാക്സ് ഫോൺ എടുത്ത് എന്റെ കയ്യിൽ നിന്ന് അത് വീണ് പൊട്ടി. ഞാൻ ഇന്ന് ഷോറൂമിൽ നിന്ന് എടുത്ത് വീട്ടിലെത്തുന്നതിന് മുന്നേ വീണ്. അതിന്റെ ഒരു സങ്കടം പോലെ എന്ത് പറ്റി എന്നുള്ളത്. പക്ഷെ അതുപോലില്ല, ഫ്ലാറ്റ് ഭയങ്കരമായിട്ട്. ഞാൻ എന്നെ കൊല്ലാൻ പോകുന്നുണ്ടെന്നോ അല്ലെങ്കിൽ ഞാൻ എന്നെ ഒന്ന് തല്ലിയാലോ അല്ലെങ്കിൽ തമാശ പറഞ്ഞാലോ ഒന്നൊരു റിയാക്ഷൻ, ഒരു കുലുക്കുല, അതങ്ങനെ അത് ഫ്ലാറ്റ് എഫക്ട്. പോവർട്ടി ഓഫ് സ്പീച്ച്. ഓല് പറയും പെട്ടെന്ന് നിർത്തിയിരിക്കും. ഞാൻ അങ്ങനെ പറയണോ, ഇന്നലെ രാത്രി പൊറാട്ട കഴിച്ചു, ഇങ്ങനെ ഇത്ര അതാ പോവർട്ടി ഓഫ് സ്പീച്ച്. നമ്മളിങ്ങനെ എന്തോ പറഞ്ഞു വരുമ്പോ ഇങ്ങനെ ഇതാക്കണേ. പിന്നെ അവോളിഷൻ അപ്പറ്റി. അവോളിഷൻ എന്ന് പറയുമ്പോ ഒരു മിനിറ്റ് ഞാൻ നോക്കിയിട്ട് പറഞ്ഞതാ. അപ്പറ്റി അറിയുമ്പോ എംപത്തി അറിയോ? സിമ്പത്തി എംപത്തിയുള്ള ഡിഫറൻസ് എല്ലാവർക്കും അറിയില്ലേ? സിമ്പത്തി അറിയുമ്പോ നമുക്ക് മറ്റൊരാളോട് പിറ്റി തോന്നുന്നു, ഒരു സഹതാപം, അങ്ങനെ ഉണ്ടല്ലോ, സഹതാപം. ഓ പാവടാ, അതാണ് സിമ്പിൾ ആയിട്ട് പറഞ്ഞത്. സിമ്പത്തി പാവടാ അതാണ്. എംപത്തി അറിയുമ്പോ നമ്മള് അയാളെ സിറ്റുവേഷൻ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കണേന് എംപത്തി പറയാം. അപ്പത്തി പറഞ്ഞാല് നമുക്ക് ഒരു സിമ്പത്തിയും ഒരു എംപത്തിയും ഉണ്ടാവില്ല. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞൊരു എക്സാമ്പിൾ തന്നെ ഉണ്ടല്ലോ, മറ്റുള്ള ഒരാൾക്ക് സങ്കടം വന്നാല് എനിക്കൊന്നുമില്ല, എനിക്ക് ഒരു പ്രശ്നമില്ല, എനിക്ക് ആളെ മനസ്സിലാക്കാനും കഴിയണില്ല, ആളോട് റിലേറ്റ് ചെയ്യാൻ കഴിയണില്ല. അതാണ് അപ്പത്തി പറയുന്നത്. പിന്നെ സോഷ്യൽ വിത്ഡ്രോവൽ. നമ്മൾ ഓൾറെഡി ഇങ്ങനെ ഇവരുടെ അടുത്തൊക്കെ പോയതായിരിക്കും, മീൻസ് നമ്മളെ ഫ്രണ്ട്സിനെ വിസിറ്റ് ചെയ്യുന്നുണ്ടാവും, നമ്മള് ആൾക്കാരുടെ അടുത്ത് സംസാരിക്കുക, അങ്ങനത്തെ ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ അതൊന്നും ഇപ്പൊ ഇല്ല. നമ്മളൊക്കെ ഇങ്ങനെ വിട്ട് നിൽക്കും. പിന്നെ ഞാൻ ഈ സിംറ്റംസ് പറഞ്ഞായിട്ട് ഞാൻ ഇന്റേൺഷിപ്പ് ചെയ്ത സമയത്തുള്ള ഒരു നെഗറ്റീവ് സിംറ്റം ഉള്ള ഒരു എക്സ്പീരിയൻസ് പറഞ്ഞുതരേ. പിന്നെ അവോലിഷൻ എന്ന് പറയുമ്പോൾ ലാക്ക് ഓഫ് മോട്ടിവേഷൻ ആണ്. നമുക്ക് തീരെ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല, കാര്യങ്ങൾക്കൊന്നും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. നമ്മൾ ഡെയിലി നടക്കാൻ ഇറങ്ങിയിട്ടുണ്ടാവും പണ്ട്, അല്ലെങ്കിൽ നമ്മൾ നല്ല എഴുതുന്ന ആൾക്കാരായിരിക്കും, നല്ല പാട്ട് കേൾക്കുന്നുണ്ടാവും. പക്ഷെ അതിൽ അങ്ങനത്തെ ഒക്കെ, അതാണ് അബോലിഷൻ എന്ന് പറയുന്നത്. പിന്നെ ഡിസോർഗനൈസ്ഡ് സിംറ്റംസിലാണ് വരുന്ന ഡിസോർഗനൈസ്ഡ് സ്പീച്ചും ബിഹേവിയറും. അതിൽ വരുന്നതാണ് അലോജിയ, ബ്ലണ്ട് എഫക്ട്. അതായത് ബ്ലണ്ട് എഫക്ട് മറ്റേ ഇമോഷനിലാണ് കേട്ടോ, സോറി. സ്പീച്ച് പോവർട്ടി ഒക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ഈ ഡിസോർഗനൈസ്ഡ് സ്പീച്ചിൽ അങ്ങനത്തെ ഒക്കെ വരുന്ന. നമ്മളിങ്ങനെ ചിലപ്പോ നമ്മള് രണ്ടിതുണ്ട്. ടാൻജൻഷ്യാലിറ്റി പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട്. അതിലെങ്ങനെ വെച്ചാല് നമ്മളൊരു കാര്യം ഇങ്ങനെ പറഞ്ഞു തരും, പിന്നെ അടുത്ത ടോപ്പിക്കൊക്കെ വരും, ഒരു ബന്ധമില്ല, അടുത്ത ടോപ്പിക്ക് ഇങ്ങനെ കടന്നു വരും. ഇപ്പൊ ഞാൻ പറയാണ്, നമ്മള് ചില കളിയാക്കി പറയുമല്ലോ, നമ്മള് തെങ്ങിനെ കുറിച്ച് എഴുതാൻ പറഞ്ഞാല് നമ്മള് തെങ്ങില് കെട്ടിയിട്ട പശുവിനെ കുറിച്ച് എഴുതുന്നുള്ളത്. അതേപോലെ ഒരു ബന്ധമില്ല, നമ്മൾ ഇങ്ങനെ ചാടി പോകും, ചിലപ്പോ ഒരു ബന്ധം ഉണ്ടാവില്ല. രണ്ട് കാറ്റഗറി ഉണ്ട്, ഒന്ന് ടാൻജൻഷ്യാലിറ്റി ആണ്, വേറൊരു കാറ്റഗറിയിൽ എങ്ങനെ വെച്ചാൽ നമ്മൾ തിരിച്ചു വരും. നമ്മൾ തുടങ്ങിയ പോയിന്റിൽ നിന്ന് തെങ്ങനെ തിരിച്ചു വരും. പക്ഷെ ആ തിരിച്ചു വരുമ്പോ തന്നെ ഒരു 100 കഥ അതിന്റെ ഇടയിൽ പറയണ്ടാവും. ഇത് പറയുമ്പോ തന്നെ നമ്മളെ ചില ആൾക്കാർ വിചാരിക്കുന്നുണ്ടാവും എനിക്കതില്ലേ. ഒരു കണക്കിന് നോക്കിയ എല്ലാ സൈക്കോളജി ഡിസോർഡേഴ്സിലും ഒരു സിംറ്റമെങ്കിലും നമുക്ക് ഇല്ലാതിരിക്കൂല. നമ്മളെ മനുഷ്യന്മാരാണ്, നമുക്ക് എവിടെയും എന്തെങ്കിലും നമ്മൾ കംപ്ലീറ്റ്ലി പെർഫെക്റ്റ് അല്ല. പക്ഷെ നമ്മൾ ഡിസോർഡർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഇതുണ്ടല്ലോ, ക്രൈറ്റീരിയ നമ്മൾ അണ്ടറിൽ നമുക്ക് ഫുള്ള് വരണം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു സിംറ്റം ഉണ്ട്, കാണിച്ചു എന്നുള്ളേ ഉള്ളൂ. അതൊക്കെ നമ്മൾ ഓരോരുത്തരും എക്സ്പ്രസ് ചെയ്യുന്ന രീതികളാണ്. ഇത് നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും എക്സ്ട്രീം ലെവലിലാട്ടോ ഈ ഡിസോർഗനൈസ്ഡ് സിംറ്റംസും കാര്യങ്ങളൊക്കെ വരാം. ഞാൻ ക്ലിനിക്കൽ ഇതുവരെയുള്ള ഓക്കെ അല്ലേ? ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? പോസിറ്റീവ് എഫക്റ്റ്, നെഗറ്റീവ് എഫക്റ്റ് എന്നൊക്കെ. നെഗറ്റീവ് സിംറ്റംസ് ഉണ്ടല്ലോ, മറ്റേ പോസിറ്റീവിൽ നമ്മൾ എന്തെങ്കിലും സാധനം എക്സ്ട്രാ നമ്മളെ സ്വഭാവത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ നെഗറ്റീവിൽ അത് ഇല്ല, ഉള്ളതെന്ന് നമ്മൾ മൈനസ് ആവണം. ഫ്ലാറ്റ് എഫക്റ്റ്, നമുക്ക് ഇമോഷൻ ഫീൽ ചെയ്യുന്നില്ല. പോവർട്ടി ഓഫ് സ്പീച്ച്, നമ്മൾ ഒരു സാധനം തുടർച്ചയായിട്ട് പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ചില വേർഡ്സ് മിസ്സാവുക, പറയണതിലൊരു ഇതില്ല. അവോളിഷൻ, ഉണ്ടായിരുന്ന മോട്ടിവേഷൻ ഇല്ലാതായി, കുറഞ്ഞു.
സോഷ്യൽ വിത്ഡ്രോവൽ, നമ്മൾ സൊസൈറ്റിയിൽ നിന്നും പിന്നേക്ക് വന്നു, അവിടെ ഇന്ററാക്ഷൻസ് കുറഞ്ഞു, അപ്പറ്റി പറയുമ്പോ നമുക്ക് എമ്പറ്റി ഇല്ല, നമുക്ക് അങ്ങനത്തെ ഒരു കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യുന്നില്ല. അതൊക്കെ നെഗറ്റീവ് എഫക്ട്സ്. പോസിറ്റീവില് എക്സ്ട്രാ വരുന്നത് നെഗറ്റീവ് ഉള്ളതിൽ നിന്നും കുറയുന്നതാണ്. പിന്നെ ഡിസോർഗനൈസ്ഡ് സിംറ്റംസ്, ഡിസോർഗനൈസ്ഡ് സ്പീച്ചും ബിഹേവിയറും. ഇതൊരു ഓക്കെ അല്ലേ? ഇനി ഞാന് ഇന്റേൺഷിപ്പിന് പോയത് പറഞ്ഞുതരാം. ഞാൻ ഇന്റേൺഷിപ്പിന് പോയ സമയത്ത് ഞാൻ ഇക്ര ഹോസ്പിറ്റലാണ് കേട്ടോ പോയത്. അവിടെ ഒരു പേഷ്യന്റ് അവരെടുത്ത് അവര് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയണില്ല. നമ്മൾ ക്ലിനിക്കൊക്കെ ഇറങ്ങുമ്പോൾ നമുക്ക് ഒരിക്കലും ഈ പഠിച്ച പോലെയല്ല. ഇപ്പോ കൂടുതൽ റിഹാബിലിറ്റേഷൻ ബേസ്ഡ് ആയിട്ടുള്ള കേസസ് അവിടെ വന്നിരുന്നത്. അപ്പൊ വരുമ്പോ ആൽക്കഹോൾ ഡിപ്പെൻഡന്റ് ഡിസോർഡർ ഇരിക്കും. പക്ഷെ നമ്മളിങ്ങനെ എടുത്തു വരുമ്പോഴായിരിക്കും മനസ്സിലാവുണ്ടാവുക. അത് എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളെ കോർഡിനേറ്റർ, ഞങ്ങളെ ഗൈഡ് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓക്കെ ഇത് ആഡ് ചെയ്യാന്നുള്ളത് മനസ്സിലായത്. അതായത് ആൽക്കഹോൾ ഡിപ്പെൻഡന്റ് ഡിസോർഡറിന്റെ കൂടെ തന്നെ അവോയ്ഡന്റ് അല്ലല്ലോ, അറ്റാച്ച്മെന്റ് ഡിസോർഡർ എന്തോ കൂടെ വന്ന് മീൻസ് എങ്ങനെ കോറിലേറ്റഡ് ആയിട്ട് വരാം നമുക്ക് കേട്ടോ. രണ്ട് ഡിസോർഡേഴ്സ് ഒരുമിച്ച് ഒരു ഇതിൽ വരാം. ഇപ്പൊ സ്കിസോഫ്രേനിയൻ്റെത് ആളോട് സംസാരിച്ച് വന്നപ്പോ ആള് കുഴപ്പമുണ്ടായിരുന്നില്ല, ഓക്കെ ആയിരുന്നു. പക്ഷെ ഗാംബ്ലിങ്ങില് കുറെ ക്യാഷ് പോയി. അങ്ങനെ ആള് സോഷ്യൽ വിത്ഡ്രോവൽ കാണിക്കാൻ തുടങ്ങി. ആള് ഇങ്ങനെ തുടർച്ചയായിട്ട് പ്രയറും നമസ്കാരമൊക്കെ കൊണ്ടുപോയിരുന്ന ആളാണ്. അതൊക്കെ നിന്നു, കുളിയില്ല. പേഴ്സണൽ ഹൈജീൻ ഉണ്ടല്ലോ, നമ്മൾ ബേസിക് ആയിട്ട് ചെയ്യേണ്ട പല്ലേക്കുക, കുളിക്കുക, മര്യാദക്ക് ഫുഡ് കഴിക്കുക, അങ്ങനത്തെ ഒന്നുമില്ല. അതെല്ലാം വിട്ടു. അവളിങ്ങനെ പറഞ്ഞു വരുമ്പോ നമുക്ക് വിചാരിക്കും ഓക്കെ ഇത് ചിലപ്പോ ഡിപ്രഷൻ ആവാം. പക്ഷെ അല്ല. ഞാൻ എഴുതിയ ഡയഗ്നോസിസ് തെറ്റായിരുന്നു. ഗൈഡ് പറഞ്ഞത് എന്നോട് അത് സ്കിസോഫ്രേനിയാണ്, പക്ഷെ അതിന്റെ നെഗറ്റീവ് സിംറ്റംസ് ആണ്. നമ്മള് ശരിക്കും ക്ലിനിക്കിൽ ഇറങ്ങി നമ്മളവിടെ നല്ല എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഡയഗ്നോസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ഇതിക്ക് കിടക്കല്ലേ. നമ്മള് ടൈപ്സ് ഓഫ് സ്കിസോഫ്രേനിയയിൽ തന്നെ അതിന്റെ അണ്ടറിൽ ടൈപ്സ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആരോനെ കൊല്ലാൻ വരുന്ന അങ്ങനത്തെ ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇതിലാട്ട വരുന്ന. പാരനോയിഡ്, സംശയരോഗം, സിമ്പിളായിട്ട് പറഞ്ഞ സംശയരോഗം. പാരനോയിഡ് ഡിസോർഡർ വേറെ തന്നെ ഉണ്ട്. പക്ഷെ സ്കിസോഫ്രേനിയന്റെ അണ്ടറിൽ വരുമ്പോ പ്രൊമിനന്റ് ആയിട്ടുള്ള ഡെല്യൂഷനും ഹലൂസിനേഷനും ഉണ്ടാവും. അതായത് നമുക്ക് നല്ല പോലെ തോന്നുകയാണ് ഇന്ന ആരോ കൊല്ലാൻ വരുന്നുണ്ട്, അല്ലെങ്കിൽ എന്റെ പാർട്ട്ണറിനെ എന്ത് ചതിക്കുകയാണെന്നുള്ള അങ്ങനത്തെ രീതിയിലുള്ള ഭയങ്കര എവിഡന്റ് ആയിരിക്കും. നമുക്ക് ഇങ്ങനെ ആളിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും ഇല്ല സത്യമാണ് ഉറച്ചു വിശ്വസിക്കും. അതാണ് പെർസിസ്റ്റന്റ്, ഉറച്ചു വിശ്വസിക്കും അവര്. പിന്നെ ഹലൂസിനേഷൻ വരുന്നത്, ഞാൻ കേൾക്കുന്നുണ്ട് ഒരു ഇന്നെ കൊല്ലാൻ വരുമ്പോൾ ഇന്നെ കൊല്ലാനുള്ള പ്ലാൻ ഉണ്ടാക്കണേ ഞാൻ കേൾക്കുന്നുണ്ട്. നിങ്ങൾ എന്തീ പറയണത്, ഇന്നല്ലേ കൊല്ലാൻ വരുന്നത്, നിങ്ങളെ കൊല്ലാൻ വരാത്തോണ്ടാണ് നിങ്ങൾക്ക് അത്ര ഒരു ചൂടില്ലാത്തത്, എന്റെ ജീവനാണ് അപകടത്തില്. ചിലപ്പോ പോലീസ് സ്റ്റേഷനിലൊക്കെ പോകും, ഇന്നാരെ കൊല്ലാൻ വരുന്നുണ്ട്, കംപ്ലൈന്റ് ഒക്കെ കൊടുക്കും വരെ. പക്ഷെ ഇതൊക്കെ അവർക്ക് ഇങ്ങനെ ഫീൽ ചെയ്യാണ്, ഇങ്ങനെ ആരെ കൊല്ലാൻ വരുന്നുണ്ട് എന്നുള്ള ഡെല്യൂഷനും ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നുള്ള ഹാലൂസിനേഷനും ഫീൽ ചെയ്യാണ്. പിന്നെ ഇൻടാക്ട് കോഗ്നിഷൻ, അത് ഉറച്ച് വിശ്വസിക്കും. എന്താണ് ഞാൻ പെർസിസ്റ്റന്റ് പറഞ്ഞില്ലേ, അതാണ് ഉറച്ച് വിശ്വസിക്കും. പിന്നെ ഡിസോർഗനൈസ്ഡ് ആയിരിക്കും, നമ്മൾ നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ ഡിസോർഗനൈസ്ഡ് സ്പീച്ചിൽ തന്നെ ഒരു സംശയം ചോദിക്കട്ടെ. ചോദിച്ചോളൂ. ഈ മന്ത്രവാദികള് അതുപോലെ സിദ്ധന്മാരൊക്കെ അവർക്കൊക്കെ ഇതേമാതിരി ഹാലൂസിനേഷനും ഡിലൂഷനും ആണോ? മന്ത്രവാദികൾ ഒരു ഉറച്ചു അത് വേറെ തന്നെ കാറ്റഗറി ഉണ്ട് കേട്ടോ. നമ്മള് പേഴ്സണാലിറ്റി ഡിസോർഡറിൽ വരുന്നുണ്ട്, അവർക്ക് എന്തോ വലിയ മന്ത്രസിദ്ധി കിട്ടി എന്നുള്ള വിശ്വാസം. അത് ഞാൻ പറഞ്ഞില്ലേ സ്പെക്ട്രം ആയിട്ടുള്ളത്, കുറെ നിറങ്ങളുണ്ട്, എല്ലാം കൂടി കൂടിയിട്ടാണ് മഴവില്ല് എന്ന് പറയില്ല. അപ്പൊ ആ സ്പെക്ട്രത്തിലുള്ള വേറൊരു സ്പെക്ട്രം ആയിട്ട് വരും ഈ കാറ്റഗറി. സ്കിസോഫ്രേനിയന്റെ അണ്ടറിൽ വരില്ല. അത് പ്രത്യേകിച്ച് പറയുന്നുണ്ട് എന്തോ ഒരു മാജിക്കൽ ആയിട്ടുള്ള പവേഴ്സ് ഉണ്ട്, ഡിവൈൻ പവേഴ്സ് കിട്ടുന്നുണ്ട് എന്നുള്ള രീതിയിൽ വേറെ ഉണ്ട്. അത് മോസ്റ്റ് പ്രോബബ്ലി മറ്റേ പേഴ്സണാലിറ്റി ഡിസോർഡറിലാണ് കാണുന്നത്. മറ്റേ സ്കിസോ ഇതിലല്ല വരുന്നു. അതില്
എങ്ങനെയെന്ന് വെച്ചാല് സ്കിസോ ഒരു ഉറച്ച് വിശ്വസിക്കണം. എനിക്ക് അങ്ങനെ ഉണ്ട്. ചിലരുണ്ടാവുമല്ലോ എനിക്ക് അങ്ങനെ കിട്ടിയെന്ന് ഒരു പറയും, പക്ഷെ ആക്ച്വലി അവർക്ക് അറിയുണ്ടാവും ഇതിന്റെ പിന്നിൽ അങ്ങനെ ഒന്നും ഇല്ല എന്നുള്ളത് അറിയുണ്ടാവും. അത് അവരെ കൂട്ടാൻ പറ്റൂല. പക്ഷെ നമ്മളിതിൽ ഉറച്ച് വിശ്വസിക്കൂല. എനിക്ക് അനുഗ്രഹം കിട്ടിയതാ, ദൈവത്തിന്റെ അനുഗ്രഹം കിട്ടിയതാണ്, ഞാൻ ദൈവദൂതനാണെന്ന് ഉറച്ച് വിശ്വസിക്കും. ഭയങ്കര ഓർക്ക് തന്നെ ഭയങ്കര വിശ്വാസമായിരിക്കും ഓരോ അങ്ങനെയാണ്, ഓർക്ക് എന്തോ ശക്തി ഉണ്ട് എന്നുള്ളത്. നമുക്ക് ഓരെ കൊണ്ട് തിരുത്താൻ കഴിയൂല. ഓരോരെ തന്നെയാണ് പറഞ്ഞു വിശ്വസിപ്പിക്കുക. അങ്ങനെ ഉണ്ടല്ലോ, അങ്ങനത്തെ രീതിയിൽ വരും. അപ്പോഴാണ് ഇത് ഡിസോർഡർ ആയി മാറുന്നത്. ക്ലിയർ ആയോ? അത് ക്ലിയർ ആണ്. പക്ഷെ ഞാൻ പറഞ്ഞതല്ല, ഇവരൊക്കെ അതേപോലത്തെ ഒരു ഡിസോർഡറിന്റെ ആളുകളാണെന്ന് അർത്ഥം. അത് പേഴ്സണൽ ആയാലും ശരി, മറ്റുള്ള എന്തായാലും ശരി, ഇത്തരം ഡിസോർഡറുകളാണതല്ലോ എന്നാണ് ചുരുക്കം. ശരിയല്ലേ? നമുക്ക് പറയും ഇങ്ങനെ പേഴ്സണലി അവർക്ക് കഴിവുകളുണ്ടെന്ന് വിശ്വസിക്കുന്ന ആൾക്കാർക്കൊക്കെ ഡിസോർഡർ അങ്ങനെ പറയാൻ പറ്റുമോ? എനിക്ക് മനസ്സിലായില്ല, ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യോ? ഇപ്പൊ പറഞ്ഞില്ലേ അവർക്ക് ഇങ്ങനെ ഒരുപാട് കഴിവുകളുണ്ടെന്ന് ഇങ്ങനെ വിശ്വസിക്കുന്ന, ഇല്ലാത്ത കഴിവുകളുണ്ടെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരെന്ന്. അത് അതിന്റെ സിംറ്റം ആയിട്ട് വരും. അത് അങ്ങനെ ഒരു സിംറ്റം ഉള്ള ആൾക്കാർ, ഫോർ എക്സാമ്പിൾ അസുഖം മാറ്റാൻ ഇതിനൊക്കെ ഹിന്ദുസിലായാലും മുസ്ലിംസിലായാലും ഒക്കെ ഇങ്ങനെ എന്തൊക്കെയോ റിലേറ്റഡ് ആയിട്ടൊക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ ഒരു ഡിസോർഡർ. സൈക്കോളജി ഇത് എന്താ വെച്ചാല് ഭയങ്കര ഇന്റർ റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക് നിങ്ങൾ ചോദിച്ച ഡൗട്ട്. കാരണം നമ്മൾ പൊതുവെ സൈക്കോളജിന്റെ ഇപ്പം ഹിന്ദുസിലായാലും മുസ്ലിംസിലായാലും അവർക്ക് മാനസിക ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്ന കുറെ കൈൻഡ് ഓഫ് ആൾക്കാർ ഉണ്ടല്ലോ ഇപ്പൊ. ഒരു തരത്തില് മതം ഒക്കെ വിറ്റ് ജീവിക്കുന്ന നിങ്ങൾക്ക് മനസ്സിലായെന്ന് എനിക്കറിയില്ല. അങ്ങനെയുള്ളവര് അത് അവരെ ശരിക്കും മനസ്സിൽ ഉറപ്പിച്ച് വിശ്വസിക്കുന്നുണ്ട് എനിക്ക് എന്തൊക്കെയോ കഴിവുകളുണ്ട് എന്ന്. അത് ഒരു ഡിസോർഡറിന്റെ ഭാഗമാണോ? നമ്മൾ സൈക്കോളജിന്റെ ലെൻസിൽ വെച്ച് നോക്കുമ്പോൾ നമ്മളത് ആ ഡിസോർഡറിന്റെ സിംറ്റം ആയിട്ട് പറയും. അതായത് സൈക്കോളജിന്റെ ലെൻസിൽ വെച്ച് നോക്കുമ്പോൾ ആൾക്ക് അങ്ങനത്തെ ഒരു ഇതില്ലെങ്കിലും ആളങ്ങനെ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നതും ഭയങ്കരമായിട്ട് എല്ലായിടത്തും ഭയങ്കര മന്ത്രങ്ങളൊക്കെ ചൊല്ലി എനിക്ക് ഭയങ്കര ക്യാൻസർ വരെ എനിക്ക് മാറ്റാൻ കഴിയും അങ്ങനത്തെ രീതിയിലൊക്കെ പറയും. അപ്പൊ അങ്ങനെ നമ്മള് സൈക്കോളജിന്റെ ലെൻസിൽ വെച്ച് നോക്കുമ്പോൾ നമ്മളത് ഇതാണ്. ഇപ്പൊ ക്ലിനിക്കിൽ ഞങ്ങൾ വരുമ്പോഴും ഇപ്പോ മെയിൻ ആയിട്ട് പറയാം, നമ്മള് മറ്റുള്ളവരെ ബുദ്ധിമുട്ടാക്കുമല്ലോ. നമ്മൾ ഈ ഡിസോർഡേഴ്സിനെ കുറിച്ചൊക്കെ എന്തിനാണ് പഠിക്കുന്നത്? നമ്മൾ അങ്ങനെ ഒരു നമുക്കൊരു ബുദ്ധിമുട്ട്, ഇപ്പൊ ഞാൻ പറയണ ഒറ്റക്കൊരു കാട്ടിൽ പോയി ജീവിക്കുന്ന ഒരാളാണ്, അയാൾക്ക് ഇപ്പൊ ഡിപ്രഷൻ വന്നാലും ഇത് വന്നാലും ആരും അറിയില്ല, അയാൾ അൺഡയഗ്നോസ്ഡ് ആയിട്ട് അവിടെ ഇരിക്കും. നമ്മള് കൂട്ടത്തിൽ ഒരു സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ അവിടെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും വരുമ്പോൾ നമ്മൾ എന്താണെന്ന് അറിയാൻ, അല്ലെങ്കിൽ ആ ഒരു നമ്മൾ സോഷ്യൽ ബീങ്സ്, നമ്മൾ എത്ര ഇൻഡിപെൻഡന്റ് ആണെന്ന് പറഞ്ഞാൽ നമ്മൾ സോഷ്യൽ ബീങ്സാ. അവിടെയാണ് നമ്മൾ ഈ ഡയഗ്നോസിസ് ചെയ്യണത്, നമ്മൾ ഡിസോർഡേഴ്സ് ഉണ്ട് എന്ന് പറയണതും അതിന് ട്രീറ്റ്മെന്റ് എടുക്കണതൊക്കെ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സൈക്കോളജിന്റെ ലെൻസിലാണ് ഇത് പറയണത്. വേറെ റിലീജിയസ് അങ്ങനത്തെ ആസ്പെക്ട്സിലും കാര്യങ്ങൾ ഉണ്ടാവും. ഒരു പവർ ഇല്ലാഞ്ഞിട്ടും ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാള്. ഇവരൊക്കെ രോഗികളാണ്, അങ്ങനെയല്ലേ വരിക? ഞാനിവിടെ കാഴ്ചപ്പാടിലാണ് ആയിരിക്കാം. പിന്നെ പല സൈക്കോളജിസ്റ്റുകൾക്കും ഒരേ വ്യൂ ആണെങ്കിലും ഇപ്പൊ നമ്മള് സൈക്കോളജി ബേസിക്സ് പഠിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഫ്രോയിഡിനെ ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, വേറെ ആൾക്കാരെ ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. പല സൈക്കോളജിസ്റ്റും പല കാഴ്ചപ്പാടുകളാണ്. അങ്ങനെ ആയിരിക്കും. നമ്മൾ ആരെയും ഉപദ്രവിക്കാതിരിക്കുക എന്നുള്ളതാണ് ഒന്ന്.
നമ്മള് ഒരിക്കലും ഇല്ലാത്തൊരു അസുഖം നമ്മൾ ഉണ്ട് എന്ന് പറയാനും അതേപോലെ ഉള്ളൊരു അസുഖം മിസ്ഡയഗ്നോസിസ് ഭയങ്കര കോമൺ ആണ്. അതാണ് ചില സമയത്ത് നമ്മൾ കുറേ ഡയഗ്നോസിസ് മാറ്റി മാറ്റി എഴുതും. നമുക്ക് ഒരു പേപ്പറിൽ നമ്മൾ ലാസ്റ്റ് ഡോക്ടറിന്റെ പേപ്പറിൽ തന്നെ കാണാം, നമ്മൾ ഇന്റേൺഷിപ്പിനൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു പെർമിഷനോടെ വേണം എടുക്കാൻ, ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ടാവും ഇന്നതല്ല. ചിലപ്പോൾ ഡിപ്രഷൻ മാറിയിട്ട് ബൈപ്പോളാർ ആയിട്ടുണ്ടാവും, ബൈപ്പോളാർ മാറിയിട്ട് മാറ്റിയിട്ടുണ്ടാവും. അങ്ങനെ നമ്മൾ തന്നെ ഡയഗ്നോസിസിൽ ഇങ്ങനെ വ്യത്യാസം വരും. കാരണം ഈ ഡയഗ്നോസിസിൽ വ്യത്യാസം വരുമ്പോൾ മെഡിസിൻ എടുക്കണമെന്നുണ്ടെങ്കിൽ മെഡിക്കേഷനിലും വ്യത്യാസം വരുത്തണം. അപ്പൊ ഇങ്ങനെ എവർ ചേഞ്ചിങ് ആണ്. ഒരു മിനിറ്റ്. ഓക്കെ അല്ലേ? ഇങ്ങനത്തെ എന്തെങ്കിലും ഡിസ്കഷൻസ് ഒക്കെ നമുക്ക് ഇതിന്റെ ഇടയിൽ നടത്തട്ടോ. ചിലപ്പോ എനിക്ക് നിങ്ങൾക്കും എക്സ്പീരിയൻസസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അത് എനിക്കും അറിയാം, എന്റെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഓക്കെ. ഇനി നെക്സ്റ്റ് ഡിസോർഗനൈസ്ഡ് സ്പീച്ച് നമ്മൾ പറഞ്ഞില്ലേ, കാറ്ററ്റോണിക് മോട്ടോർ സിംറ്റംസ്, വാക്സി ഫ്ലെക്സിബിലിറ്റി, അജിറ്റേഷൻ, അതുപോലെ ഓഡ് മാനറിസം. ഈ വാക്സി ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുമ്പോൾ വാക്സി എന്ന് പറഞ്ഞാൽ എന്താ? മെഴുക് ആലോചിച്ചാൽ മതി. നമ്മളൊരു മെഴുകുതിരി ഉരുക്കി വെച്ചാൽ അത് അതേപോലെ കുറെ നേരം നിൽക്കൂലേ? അതേപോലെ തന്നെ ഇവര് ചിലപ്പോ കൈ ഇങ്ങനെ പൊന്തിച്ചിട്ടുണ്ടാവും, ഇത് ഇങ്ങനെ തന്നെ നിൽക്കും, ചിലപ്പോ മണിക്കൂറോളം ഇത് ഇതേ പൊസിഷനിൽ ഇങ്ങനെ നിൽക്കും. അതാണ് വാക്സി ഫ്ലെക്സിബിലിറ്റി പറയണത്. കാറ്ററ്റോൺ അല്ല സോറി, വാക്സി ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത് ഓലെ ബോഡി പല രീതിയിൽ ഫ്ലെക്സിബിൾ ആണ്. സോറി, അത് ഞാൻ കറക്റ്റ് ചെയ്യാണ്. ഓരോ ബോഡി പല രീതിക്ക് മൂവ് ചെയ്യണം, ഇങ്ങനെ വളയും, ഇങ്ങനൊക്കെ ഭയങ്കരമായിട്ട്. ചില ആൾക്കാർ കൈയൊക്കെ ഇങ്ങനെ വളയുമല്ലോ, അത് ഭയങ്കര എക്സ്ട്രീം ലെവലില് ഓരോ ബോഡി വളയും, ഭയങ്കര ഫ്ലെക്സിബിൾ ആയിരിക്കും. ഞാൻ പറയല്ലോ നേരത്തെ, മെഴുകുതിരി നമുക്ക് ഏത് ഷേപ്പിൽ ഇങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കാം. ഒരു അത്ര ഒന്നും ഉരുകിയ മെഴുകുതിരി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ വളച്ചെടുക്കാലോ. അതേപോലെ വരെ ബോഡി ആവും എന്നുള്ളതാണ്. അതാണ് ഇതിന്റെ ഒരു സിംറ്റം. പിന്നെ ഭയങ്കര അജിറ്റേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഭയങ്കര ഫ്രസ്ട്രേഷൻ, ഡിസ്റ്റർബൻസ് ഉണ്ടാവുമല്ലോ, ദേഷ്യം പോലെയൊക്കെ, അതാണ് അജിറ്റേഷൻ പറയുന്നത്. പിന്നെ ഓഡ് മാനറിസം, ചിലപ്പോ ഒരു കാട്ടില് പറയല്ലോ, ഇങ്ങനെ ഒരു നോർമൽ അല്ലാത്ത രീതിയിലുള്ള കുറച്ച് കാട്ടിക്കൂട്ടല്, കൈ കൊണ്ടോ കണ്ണുകൊണ്ടോ ഒക്കെ ആയിട്ട് ഇങ്ങനെ കാട്ടിക്കൂട്ടല്, ഇതാണ് മോട്ടോർ സിംറ്റംസിൽ വരുന്നത്. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഏതെങ്കിലും പൊസിഷനിൽ വെക്കുക എന്നുള്ളത്, അതും ഇതിന്റെ ഒരു സിംറ്റം ആട്ടോ. ഏതെങ്കിലും കൈ ചിലപ്പോ ഇങ്ങനെ പിടിച്ചാൽ ഇങ്ങനെ പിടിക്കുക, ചിലപ്പോ കാല് പൊക്കി പിടിക്കുക, ഒറ്റ കാലിൽ നിൽക്കുക. നമ്മളെ കൊക്കൊക്കെ നിൽക്കണ പോലെ ഒറ്റ കാലിൽ ഒരു മണിക്കൂറോളം ഇങ്ങനെ നിൽക്കും. അത് പ്രാക്ടീസ് ചെയ്യണതല്ല, ആൾക്ക് മുന്നേ അത് ഉണ്ടായിട്ടുണ്ടാവില്ല, മുന്നേ പ്രാക്ടീസ് കാര്യങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല കേട്ടോ. നമ്മള് അങ്ങനെയൊക്കെ ശ്രദ്ധിക്കണം. ആള് ബിഫോർ ഇതിന്റെ ഓൺസെറ്റും ആഫ്റ്റർ ഈ സിംറ്റംസ് കാണിച്ചു വന്നുള്ള ഓൺസെറ്റും വെച്ചൊക്കെയാണ് നമ്മൾ കമ്പയർ ചെയ്യുക. അപ്പൊ ആള് മുന്നേ അങ്ങനെ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല, പക്ഷെ ഇപ്പൊ ആൾ അങ്ങനെ ചെയ്യാൻ തുടങ്ങി. പ്രാക്ടീസ് ഒന്നും ഇല്ലാതെ തന്നെ ആളിങ്ങനെ ഒറ്റ കാലിൽ ഇങ്ങനെ കുറെ മണിക്കൂറോളം നിൽക്കുക, അങ്ങനത്തെ ഒക്കെ. പിന്നെ അൺഡിഫറൻഷിയേറ്റഡ് സ്കിസോഫ്രീനിയ ഉണ്ട്. അതായത് മിക്സ്ഡ് സിംറ്റംസ് ആ, കുറെ നെഗറ്റീവ് കുറെ പോസിറ്റീവ് ഉണ്ടാവും. നമുക്കിത് ഏതാണ് എങ്ങനെയാണെന്ന് മനസ്സിലാവില്ല. പോസിറ്റീവ് സിംറ്റംസ് കാണിക്കും, നെഗറ്റീവ് സിംറ്റംസ് കാണിക്കും, കാറ്ററ്റോണിക്കിന്റെ കുറച്ച് കാണിക്കും. അതാണ് അൺഡിഫറൻഷിയേറ്റഡ് ആയിട്ടുള്ള വരുന്നത്. പിന്നെ റെസിഡ്വൽ, അതായത് ആൾക്ക് സ്കിസോഫ്രീനിയ മുന്നേ ഉണ്ടായിട്ടുണ്ടാവും, ഇപ്പൊ മേജർ സിംറ്റംസ് കുറഞ്ഞുണ്ടാവും. ഒരു ബാക്കി പത്രം പോലെ ഒരു എപ്പിസോഡാണ്, കുറച്ച് എപ്പിസോഡിക് ആയിട്ടുള്ളതാണ് വരിക. അപ്പൊ അതിന് സിംറ്റംസ് ഒന്നും ഉണ്ടാവും കുറച്ചു കാലം. നമ്മളിപ്പോ സ്കിസോഫ്രീനിയ കറക്റ്റ് സ്കിസോഫ്രീനിയയിൽ പറയുന്ന എല്ലാ കണ്ടീഷൻസും ആള് ഫോളോ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഇപ്പൊ ആൾക്ക് അങ്ങനത്തതൊന്നുമില്ല, അല്ലെങ്കിൽ സിംറ്റംസ് ഒക്കെ കുറഞ്ഞു വരെ, അല്ലെങ്കിൽ ഇപ്പൊ അതില്ല, ഒരൊറ്റ എപ്പിസോഡ് മാത്രം കഴിഞ്ഞിട്ട് പിന്നെ ആൾക്ക് ഉണ്ടാവില്ല. അതാണ് റെസിഡ്വൽ. ഒരു ബാക്കി എന്നുള്ള പോലെയാണ് വരുന്നത്. അപ്പോ ഓൾറെഡി സ്കിസോഫ്രീനിയ ഉണ്ടായിരുന്ന ഒരാൾക്ക് ഇപ്പൊ ഒന്നെങ്കിൽ ഭയങ്കര സിംറ്റംസ് ഭയങ്കരമായിട്ട് കുറവ്, നമുക്ക് ഇല്ല എന്നുള്ള പോലെ പറയാം, അല്ലെങ്കിൽ പിന്നെ ആൾക്ക് അത് മാറി എന്നുള്ള രീതി. അതാണ് റെസിഡ്വൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയണത് ബയോളജിക്കൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നാണ്. നമ്മളെ ബയോളജിക്കൽ ഫാക്ടേഴ്സിൽ ഒന്ന് ജനറ്റിക് ഇൻഫ്ലുവൻസാ. നമ്മള് ഈ ക്ലിനിക്കൽ ഇന്റേൺഷിപ്സ് ഒക്കെ എടുക്കുമ്പോൾ നമ്മള് MSc എടുക്കും അല്ലെ, MSc മെന്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ കേസ് ഹിസ്റ്ററി എടുക്കും. കേസ് ഹിസ്റ്ററി എടുക്കുമ്പോൾ ഈ കേസ് ഹിസ്റ്ററി എടുക്കണമൊക്കെ ഭയങ്കര രസാട്ടോ. ചില ആൾക്കാർ വായ തുറക്കേയില്ല, ചില ആൾക്കാർ കുറേ പറയും,
നമുക്ക് ആവശ്യമുള്ള ഒന്നും ആവില്ല അവര് പറയണത്. അപ്പൊ അതൊക്കെ നമ്മൾ ചോദിച്ചറിയാന്നുള്ളതാണ്. മെല്ലെ ഇങ്ങനെ അവർക്ക് സ്ഥിരമായിട്ട് ഇങ്ങനെ അഡ്മിറ്റ് ആവുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അറിയുണ്ടാവും ഇവരിങ്ങനെ ആ കുട്ടികൾ ഇന്റേൺഷിപ്പിന് വന്നാണ്. അല്ലാത്ത ആൾക്കാർ നമ്മൾ ഓപ്പൺ അപ്പ് ആവാൻ റെഡി ആവില്ല. അവരെ ഫോഴ്സ് ചെയ്യാൻ നമ്മൾ പാടില്ല. അപ്പൊ നമ്മൾ അടുത്ത ക്ലയന്റിന്റെ അടുത്തേക്കാണ് പോകേണ്ടത് ഇന്റേൺഷിപ്പിന്റെ സമയത്ത്. അപ്പൊ ഇവര് കുറേ കാര്യങ്ങള് നമ്മളിങ്ങനെ ചോദിച്ചറിയാം. നമ്മള് എവിടുന്ന് അറിയോ, നമ്മൾ ഡെവലപ്മെന്റ് സൈക്കോളജി ഒക്കെ അതിനായിട്ട് പഠിക്കണം. ജനിച്ചത് എങ്ങനെ, എത്ര മാസം വയറ്റിൽ ഉണ്ടായിരുന്നു, അതേപോലെ കുട്ടി ഓരോ ഡെവലപ്മെന്റൽ സ്റ്റേജും കറക്റ്റ് ആയിട്ടാണോ, സംസാരിക്കേണ്ട സമയത്താണോ സംസാരിച്ച്, എന്തെങ്കിലും ഡിലേ വന്നിരുന്നോ, പ്രസവത്തിന്റെ സമയത്ത് എന്തെങ്കിലും ഉണ്ടാക്കിയിരുന്നോ, പാല് കുടിച്ചിട്ടുണ്ടോ, ഇതൊക്കെ നമ്മൾ ചോദിച്ചറിയും. കാരണം എന്താ, കുറെയൊക്കെ നമ്മളെ സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ് ഇൻഹെറിറ്റഡ് ആണ്. അതാണ് ഇവിടെ ജനറ്റിക് ഇൻഫ്ലുവൻസസ് പറയണത്. ഫാമിലിയിൽ ഒരാൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ട്വിൻസ് ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്തായാലും ഭയങ്കര ഇതാണ്. ഇതൊക്കെ ഇതിങ്ങനെ വരും. നമ്മൾ ജനറ്റിക് എന്ന് ഉറപ്പിച്ച് പറയാൻ കാരണം എന്താ വെച്ചാൽ നമ്മൾ അഡോപ്ഷൻ സ്റ്റഡീസ് നോക്കലുണ്ട്. അതായത് ചിലപ്പോൾ കുട്ടീനെ അഡോപ്റ്റ് ചെയ്തായിരിക്കും. അതൊക്കെ അഡോപ്റ്റ് ചെയ്ത കുട്ടിക്ക് ചിലപ്പോൾ സ്കിസോഫ്രീനിയ ഉണ്ട് എന്നുണ്ടെങ്കിൽ പാരന്റിന് ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും. അപ്പൊ നമ്മൾ ഹിസ്റ്ററി എടുക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും, ഓക്കെ കുട്ടി അഡോപ്റ്റഡ് ആയതുകൊണ്ട് മീൻസ് ഫാമിലിയിൽ വേറെ ആർക്കും ഇല്ലല്ലോ, റിലേറ്റഡ് അല്ലല്ലോ, ബ്ലഡ് റിലേറ്റഡ് അല്ലല്ലോ, അപ്പൊ പാരന്റ്സിനൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഇനിയിപ്പോ ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള കുട്ടിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ MSc എടുക്കുമ്പോൾ ഗ്രാൻഡ് മദർ നമുക്ക് ഇങ്ങനെ ഡയഗ്രം ഒക്കെ വരക്കാനുണ്ട്. ആ ഡയഗ്രത്തിൽ നമ്മൾ ഗ്രാൻഡ് മദർ മുതൽ ഗ്രാൻഡ് ചൈൽഡ് വരെയാണ് വരക്കുക. ഡിസീസ്ഡ് അതായത് മരിച്ചാണെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്യല്, ഡിവോഴ്സ്ഡ് ആണെന്നുണ്ടെങ്കിൽ വരള്ളത്, അങ്ങനത്തെ ഒക്കെ ഉണ്ട്. അപ്പോ അങ്ങനത്തെ രീതിയിലൊക്കെ നമ്മൾ വരച്ചത് ഒക്കെ എന്തിനാണ്, കുടുംബത്തിൽ ആർക്കെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ ജനറ്റിക് ഇൻഫ്ലുവൻസ് ഭയങ്കര ആണ് ഈ സ്കിസോഫ്രീനിയക്ക്. കുടുംബത്തിൽ ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. അത് വെച്ചിട്ട് വരും എന്ന് ഉറപ്പല്ല, സാധ്യതകൾ കൂടുതലാണ്. പിന്നെ പ്രീനേറ്റൽ എക്സ്പോഷർ, നേറ്റൽ എന്ന് പറയുമ്പോൾ നമ്മള് കുട്ടി ജനിക്കണ ആ ഒരു ഇതിനാണ്. പ്രീ എന്ന് പറയുമ്പോൾ വയറ്റിൽ ഉണ്ടാകുന്ന സമയത്തിലാണ്. നമ്മള് മെറ്റേണിറ്റി പീരിയഡ് എന്നാണ് നമ്മൾ പ്രീനേറ്റൽ എന്ന് പറയാം. അപ്പൊ മെറ്റേണൽ മാൽന്യൂട്രീഷൻ, ഇൻഫെക്ഷൻ, RH ഇൻകംപാറ്റബിലിറ്റി ആണ് പറയണത്. അത് നമ്മൾ വയറ്റിലുണ്ടാകുന്ന സമയത്ത് നമ്മൾ അത്യാവശ്യത്തിന് പോഷകാഹാരം, നമുക്ക് വേണ്ട അയണും കാൽഷ്യം അങ്ങനത്തെ ഫുഡൊന്നും കഴിച്ചില്ലെന്നുണ്ടെങ്കിൽ ഇൻഫെക്ഷൻസ് ഉണ്ടാവുമ്പോ, അതേപോലെ RH ഇൻകംപാറ്റബിലിറ്റി. നിങ്ങൾ ആ ഫാക്ടറിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടോ? നമ്മൾ പറയില്ല, രണ്ടാമത് മദർ നെഗറ്റീവ് സിംറ്റം ആണ്, കുട്ടി പോസിറ്റീവ് സിംറ്റം, മദർ നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പും കുട്ടി പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പും ആണെന്നുണ്ടെങ്കിൽ രണ്ടാമത് ജനിക്കുന്ന കുട്ടിക്ക് ബുദ്ധിമുട്ടാണ്. നമ്മള് മറ്റേ ഇത് ഇഞ്ചക്ഷൻ ഒക്കെ എടുക്കുമല്ലോ ചിലവര് നല്ല എല്ലാരും എടുക്കും. യെസ്. അപ്പൊ അതൊക്കെ ഇതിന് ഇൻഫ്ലുവൻസ് ചെയ്യും. യെസ്, അതാ പ്രീനേറ്റൽ എക്സ്പോഷറിൽ വന്നതാണിത്. മീൻസ് നമ്മൾ പ്രഗ്നന്റ് ആയി നിൽക്കുന്ന സമയത്ത് ഇങ്ങനത്തെ ഒക്കെ ഉണ്ടായാലും വരാൻ ചാൻസസ് കൂടുതലാണ്. പിന്നെ ന്യൂറോ ഡെവലപ്മെന്റൽ ഫാക്ടേഴ്സ്, നമ്മൾ ഇങ്ങനെ ബ്രെയിൻ ഡെവലപ്മെന്റ് ഉണ്ടാവല്ലോ, ബ്രെയിൻ ഡെവലപ്മെന്റിൽ എവിടെയെങ്കിലും ഇഞ്ചുറീസോ കാര്യങ്ങളോ വന്നാൽ ഉണ്ടാവാം. അതേപോലെ ഡിലേഡ് മൈൽ സ്റ്റോൺ, അതാണ് ഞാൻ പറഞ്ഞ നേരത്തെ നമ്മൾ ഡെവലപ്മെന്റൽ സൈക്കോളജി പഠിക്കുന്നതിന്റെ ഒരു ഇമ്പോർട്ടൻസ്. മൈക്കൊന്ന് മ്യൂട്ട് ചെയ്യോ? ഷാക്കിന് പേര്. ഓക്കെ, താങ്ക് യു. ഡിലേഡ് മൈൽ സ്റ്റോൺ, സംസാരിക്കേണ്ട സമയത്ത് കുട്ടി സംസാരിക്കാതെ, മീൻസ് നല്ല ഡിലേ വരിക, നടക്കേണ്ട സമയത്ത് നടക്കുക. ഈവൻ നമ്മള് ഇങ്ങനെ പറയല്ലോ, നമ്മൾ ഡെവലപ്മെന്റിൽ പഠിക്കുമ്പോൾ നമ്മൾ പറയും, കുട്ടി ഇങ്ങനെ നമ്മൾ കൈ പിടിക്കണത്, ജസ്റ്റ് ഇങ്ങനെ നമ്മളിങ്ങനെ വിരല് പിടിക്കുന്നത്, അതൊക്കെ ഭയങ്കരമാണ്. നമ്മള് നല്ല ഒരു കുട്ടി ജനിക്കുമ്പോൾ കുട്ടി ജനിച്ച മുതൽ ആ ഒരു സ്റ്റേജ്, പ്രത്യേകിച്ച് ജനിച്ച മുതലുള്ള ടൈമിൽ നമ്മൾ നല്ല ശ്രദ്ധിക്കണം. കാരണം നമുക്ക് എപ്പോഴാണ് നമ്മൾ ഓർത്ത് വെക്കുന്നത് നല്ലത്, കുറെ സമയത്ത് കുട്ടി ആ ഒരു ടൈമിലൊക്കെ എന്തൊക്കെ ചെയ്തു, ഏത് സമയത്ത് ചെയ്തു എന്നുള്ളതൊക്കെ നമ്മള് പാരന്റ് ആണ് അടുത്തുള്ളതെന്നുണ്ടെങ്കിൽ പാരന്റിനോടൊക്കെ നമ്മൾ ചോദിക്കും, ഇങ്ങനെ ഓരോ സമയത്ത് നടക്കേണ്ട സമയത്താണ് നടന്നത്. ഇവൻ ആ ഗ്രാസ്പ് ചെയ്യണതിന് വരെ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളതാ. അതൊക്കെ ഡിലേ ആയി കഴിഞ്ഞാലൊക്കെ ഇതിന്റെ ബാധിക്കാൻ ഭയങ്കര ടെൻഷൻ ആവുന്നു വേണ്ട, അങ്ങനെ ചാൻസസ് എന്നുള്ള പോലെയാണ് പറയണത്. പിന്നെ വരുന്നത് ന്യൂറോ അനാട്ടോമിക്കൽ ഫാക്ടേഴ്സ്, നമ്മളെ ബ്രെയിനിലുള്ള
ഇത് കൂടുതൽ നിങ്ങൾ ഫിസിയോളജിക്ക് ഞാൻ കടക്കണില്ല. നമ്മൾ വെൻട്രിക്കിൾസ് എന്ന് പറഞ്ഞിട്ട് ഒരു പോർഷൻ ഉണ്ട് നമ്മളെ ബ്രെയിനില്. അത് എൻലാർജ് ആവുക. അതേപോലെ ഗ്രേ മാറ്റർ ഉണ്ട്, വൈറ്റ് മാറ്റർ ഗ്രേ മാറ്റർ ഉണ്ട്, രണ്ട് സാധനം ഉണ്ട്. നമ്മളെ ന്യൂറോണിന്റെ സ്ട്രക്ചർ വെച്ചിട്ടാണ് അത് ഗ്രേ വൈറ്റ് എന്നൊക്കെ പറയണത്. അപ്പൊ അതിന്റെ ആ ഗ്രേ മാറ്റർ റിഡ്യൂസ് ആവണതും ഇതിന്റെ ഒരു ഫാക്ടറാണ്. പിന്നെ ന്യൂറോ കെമിക്കൽ എന്ന് പറയുമ്പോൾ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. ഓക്കെ, അപ്പൊ ഡോപ്പമിൻ ഹൈപ്പോത്തസിസ്, അതായത് ഡോപ്പമിൻ എന്തിനാ നമുക്ക്? ഡോപ്പമിൻ നല്ല സാധനല്ലേ? ആരെങ്കിലും പറയോ എന്താണ് ഡോപ്പമിന്റെ ഫങ്ഷൻ? ഹാപ്പി ഹോർമോൺ. ഡോപ്പമിൻ ഹാപ്പി ഹോർമോൺ. കൂടുതൽ നമ്മൾ ഡിപ്രഷൻസ് ഒക്കെ കഴിക്കുമ്പോൾ സെറട്ടോണിൻ ആണ് കൂടുതൽ നമ്മൾ ആന്റി ഡിപ്രസൻസിന്റെ ഉണ്ടാവുക. ഓക്കെ, കറക്റ്റ് ആണ്. മോട്ടിവേഷൻ ആണ് പിന്നെ ഉള്ളത്. ഓക്കെ, ഡോപ്പമിൻ ഒന്നും കൂടെ മോട്ടിവേഷണൽ ഹോർമോൺ എന്നും നമ്മൾ പറയും. ഇറ്റ്സ് ഓൾസോ ഹാപ്പി ഹോർമോൺ, ഗുഡ് ഹോർമോൺ ആണ്. അപ്പൊ നമ്മള് ഡോപ്പമിന്റെ ആക്ടിവിറ്റി കൂടുകയാണ്. ഡോപ്പമിന്റെ ആക്ടിവിറ്റി കൂടി കഴിഞ്ഞാല് സ്കിസോഫ്രീനിയ വരും. ഇനി ഡോപ്പമിന്റെ ആക്ടിവിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക ആർക്കെങ്കിലും അറിയോ? ഡിപ്രഷൻ വരും. അത് സെറോട്ടോണിൻ കുറഞ്ഞാലാണ്. അപ്പൊ അതായിക്കോട്ടെ ഇന്നത്തെ വർക്ക്. ഡോപ്പമിൻ കുറഞ്ഞു കഴിഞ്ഞാല് എന്താ ഉണ്ടാവുക? നമുക്ക് ഓരോ ഹോർമോൺ കൂടിയാലും കുറഞ്ഞാലും ഓരോ ഡിസോർഡേഴ്സ് കാണിക്കും. ഡോപ്പമിൻ കൂടി കഴിഞ്ഞാൽ നമുക്ക് സ്കിസോഫ്രീനിയ, ഡോപ്പമിൻ കുറഞ്ഞു കഴിഞ്ഞാൽ എന്താന്നുള്ളത് കണ്ടുപിടിച്ച് വരാം. ഇപ്പൊ നോക്കരുത്, നമ്മള് ക്ലാസ് കഴിഞ്ഞിട്ട് കണ്ടുപിടിക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ന്യൂറോ കോഗ്നിറ്റീവ് ഫാക്ടേഴ്സ്, അതായത് അറ്റൻഷൻ കുറയാ, മെമ്മറി, അങ്ങനത്തെ ഫങ്ഷനിങ്ങിനൊക്കെ ബാധിക്കുക. നമുക്ക് ഞാൻ സംസാരിക്കുന്ന ഇടയിൽ പെട്ടെന്ന് ഞാൻ സ്പേസ്ഡ് ഔട്ട് ആവാം, ഞാൻ പെട്ടെന്ന് എവിടെയെങ്കിലൊക്കെ എത്താം. നമുക്ക് അറ്റൻഷനിൽ ഭയങ്കര ബുദ്ധിമുട്ട്. മെമ്മറി, നമ്മൾ എന്തെങ്കിലും പറഞ്ഞത് നമുക്ക് മെമ്മറി അങ്ങനത്തെ ഇതൊക്കെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഇതിന്റെ ഫാക്ടേഴ്സ്, ഇതൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആവാം. അതേപോലെ ആക്സിഡന്റ് സംഭവിച്ചാൽ ഒക്കെ അതൊക്കെ നമ്മളെ ബ്രെയിനിന്റെ ഓരോ സ്ട്രക്ചറിൽ മാറ്റങ്ങൾ വരുമല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ വന്നാല് നമുക്ക് സ്കിസോഫ്രീനിയ വരാനുള്ള ഓരോ ഫാക്ടേഴ്സ് ആണ്. നമ്മളിത് റൂട്ട് കോസസ് നോക്കുമല്ലോ, എന്തുകൊണ്ടായിരിക്കും? നമ്മൾക്ക് എപ്പോഴുള്ള ചോദ്യമാണ്, ഡിപ്രഷൻ വന്നു എന്തിന്, എവിടുന്ന്, എന്ന് മുതൽ തുടങ്ങി, അങ്ങനെ ഉണ്ടാവുമല്ലോ. ഇപ്പൊ റൂട്ട് കോസസിൽ എങ്ങനെ വരുന്നതാണ് ബയോളജിക്കൽ ഫാക്ടേഴ്സ്. പിന്നെ ഇനി സൈക്കോളജിക്കൽ ആൻഡ് കൾച്ചറൽ ഫാക്ടേഴ്സ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫാമിലി എൻവയോൺമെന്റില് ഹൈ എക്സ്പ്രസ്ഡ് ഇമോഷൻ, അതായത് ഭയങ്കര ക്രിറ്റിസിസം. ഞാൻ പഠിക്കുന്നുണ്ട്, എനിക്ക് നല്ലൊരു മാർക്ക് ഉണ്ട്, പക്ഷെ എന്നാലും പറയാണ് ഈ കളിച്ചു കിടന്നിട്ടാണ് എനിക്ക് 2 മാർക്ക് പോയത്, ഭയങ്കര ക്രിറ്റിസിസം. അപ്പൊ ഞാൻ എന്തെങ്കിലും ഞാൻ വരച്ചു കൊടുത്താലും ഇങ്ങനെയാണോ വരക്കുക, ഇതിലും നല്ലതായിട്ട് എന്റെ അനിയൻ വരക്കുമല്ലോ, അല്ലെങ്കിൽ എന്റെ ഏട്ടൻ വരക്കുമല്ലോ, എന്റെ ഇത്താത്ത ഇതിലാറ നല്ല പാടുമല്ലോ, അങ്ങനെ ഭയങ്കര ക്രിറ്റിസിസം വരികയാണ്. നമ്മൾ അങ്ങനത്തെ ഒരു എൻവയോൺമെന്റിൽ ജീവിക്കാൻ കഴിയില്ലല്ലോ. അറ്റ്ലീസ്റ്റ് ഒരു ചെറിയ കാര്യമാണെങ്കിൽ പോലും ഈ നല്ല അടിപൊളിയായിട്ട് ചെയ്തു എന്ന് കേൾക്കാൻ കൊതിക്കുന്ന ആൾക്കാരാണ് നമ്മളെല്ലാരും, അല്ലെ? അപ്പൊ അങ്ങനത്തെ ഭയങ്കര ക്രിറ്റിസിസം, ഭയങ്കര ഹോസ്റ്റിലിറ്റി പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്താലും പെട്ടെന്ന് പൊട്ടിത്തെറിക്കുക. ജസ്റ്റ് എന്റെ കയ്യിൽ നിന്ന് വെള്ളം പോയി, വെള്ളാണ്, തുടച്ചാ മതി അത്, പക്ഷെ ആ വെള്ളം പോയതിന് നമുക്ക് ചീത്ത കിട്ടുന്നുണ്ടാവാം. ഭയങ്കര നമ്മളിങ്ങനെ ഓരോ മൂവ് നമ്മളിങ്ങനെ ഒബ്സർവ്, അങ്ങനത്തെ ഒരു എൻവയോൺമെന്റ് അല്ലെങ്കിൽ ഓവർ ഇൻവോൾവ്മെന്റ്. നമ്മൾ പാരന്റിങ് സ്റ്റൈലിൽ പഠിക്കുമല്ലോ, അതിൽ ഏറ്റവും നല്ല പാരന്റിങ് സ്റ്റൈൽ എന്ന് പറയുന്നത് ഓവർ ആയിട്ട് ഇൻവോൾവ് ആവാനും പാടില്ല, പറ്റ കുട്ടിന്റെ കാര്യത്തിൽ നിന്ന് വിട്ടുനിൽക്കാനും പാടില്ല, കുറച്ചൊരു കൺട്രോൾ വെച്ചില്ല. അതാണ് ബെസ്റ്റ് പാരന്റിങ് സ്റ്റൈൽ നമ്മൾ പറയുന്നത്. ഈ ഹോസ്റ്റിലിറ്റിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഞങ്ങളെ ഫാമിലി ആയിട്ട് മൂന്നാർക്ക് ട്രിപ്പ് പോയേ. ഞാൻ കുറച്ചൊക്കെ ക്രിറ്റിസിസം എക്സ്പീരിയൻസ് ചെയ്ത ആളാണ്, പക്ഷെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞങ്ങള് ഫാമിലി ട്രിപ്പ് പോയപ്പോ ചെറിയ കസിൻ പെട്ടെന്ന് വീണപ്പോ പുതിയ പാന്റാണ്, പുതിയ ജീനാണ്. എന്റെ മനസ്സിൽ പെട്ടെന്ന് വന്ന തോട്ട് എന്താ അറിയോ, അള്ളാ ഇനിയിപ്പോ ആ ജീൻ എന്താ ചെയ്യാം, ആ ജീൻ ഇനി കേകി കളയാ, എനിക്ക് മനസ്സിലായി. പക്ഷെ എന്റെ കസിന്റെ അമ്മ, അതായത് മേമ പറഞ്ഞൊരു ഡയലോഗ്
ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട്, ഉമ്മാന്റെ കുട്ടിക്ക് വേദനയോ. നമ്മൾ ഒരിക്കലും അങ്ങനെ ഇപ്പത്തെ പാരന്റ്സ് ചിലപ്പോ ചില പാരന്റ്സ് ചെയ്യുന്നുണ്ടാവും. പക്ഷെ ഞാന് വളർന്ന സിറ്റുവേഷൻ ഇതിനൊന്നും ഞാനത് ആലോചിച്ചില്ല. എന്റെ പെട്ടെന്നുള്ള തോട്ട് എന്തായിരുന്നു, ആ ജീൻ എന്ത് പറ്റുന്നുള്ള. ആ ജീന് നമുക്ക് ഇനിയും പുതിയ ജീന് വാങ്ങാം, അല്ലെങ്കിൽ അത് കഴുകി കളഞ്ഞാൽ മതി, തട്ടി കളഞ്ഞാൽ മതി. പക്ഷെ ആ കുട്ടിക്ക് വേദന ആയോ എന്നുള്ള ഒരു ചോദ്യം ഉണ്ടല്ലോ. നമ്മള് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചിന്തിക്കാം. നമ്മള് ഇമോഷണൽ ഇന്റലിജൻസിൽ പെട്ടതാണ് ഇങ്ങനത്തെ ഈ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ. നമ്മൾ ഓപ്പോസിറ്റ് ആളെ മനസ്സിലാക്കുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ. നമുക്ക് വിഷയത്തിൽ നിന്ന് തെന്നി മാറണം. ഞാൻ ടാൻജൻഷ്യാലിറ്റി കാണിക്കണ്ടല്ലോ, തിരിച്ചുതരാം. ഇതൊക്കെ റിലാപ്സ് ഞാൻ പറഞ്ഞല്ലോ, റെസിജ്വൽ സ്കിസോഫ്രീനിയ എന്നുള്ള രീതിയിൽ പറഞ്ഞല്ലോ. ആൾക്ക് മാറി പൂർണ്ണമായിട്ട്, സൈക്കോളജിന്റെ ഒരു മിത്താണ് പൂർണ്ണമായിട്ട് നമുക്ക് മാറി എന്നുള്ളത്. ഒരിക്കലും ഉണ്ടാവില്ല. ഓക്കെ, അത് ഇനി പക്ഷെ നമ്മൾ പേഷ്യൻസിനോട് അങ്ങനെ പെട്ടെന്ന് പറയാൻ പാടില്ല. അത് നമുക്ക് അതിനോട് ഒരിക്കലും നമ്മൾ സൈക്കോളജിയിൽ അത് ആ ഒരു അസുഖം നമ്മുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റുകയല്ല ചെയ്യാം. അതിനോട് അതിന്റെ സിംറ്റംസ് കുറച്ചിട്ട് അതിനോട് ജീവിക്കാൻ പഠിക്കുക. അത് നമ്മളെ അധികം ബാധിക്കാതെ നമ്മളെ ജോലിയിലും കുടുംബത്തിലാണെങ്കിലും നമ്മളെ സ്കൂളുകളിലാണെങ്കിൽ സ്കൂളുകളിൽ, സൊസൈറ്റിയിലാണെങ്കിൽ സൊസൈറ്റിയിൽ ജീവിക്കാൻ കഴിയുക എന്നുള്ളതാണ് നമ്മള് തെറപ്പിയിലും ഇതിലൊക്കെ നമ്മൾ കാര്യമായിട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് കൂടുതൽ ഇങ്ങനത്തെ ക്രിറ്റിസിസംസ്, ഹോസ്റ്റിലിറ്റി, അങ്ങനത്തെ ഓവർ ഇൻവോൾവ്മെന്റ് ഒക്കെ വന്നാൽ റിലാപ്സിനുള്ള ചാൻസസ് വീണ്ടും കൂടുതലാണ്. നമ്മൾ സൈക്കോളജിയിൽ എൻവയോൺമെന്റ് ഭയങ്കര പ്രശ്നം കേട്ടോ. അതായത് നമ്മള് ഒരസുഖം എത്ര ട്രീറ്റ് ചെയ്തിട്ട് മാറില്ലെന്നുണ്ടെങ്കിൽ നമ്മളെ എൻവയോൺമെന്റ് ചെക്ക് ചെയ്യുക. ആള് വീണ്ടും ആ എൻവയോൺമെന്റിലേക്ക് തന്നെ തിരിച്ചു വരണം. പിന്നെ കൾച്ചറൽ ഇൻഫ്ലുവൻസ്, സ്റ്റിഗ്മ. ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റിഗ്മ, ആൾക്ക് സ്കിസോഫ്രീനിയാണ് അല്ലെങ്കിൽ നമ്മള് കളിയാക്കി പറയണതാണ് മറ്റേ കുതിരവട്ടം, ഊളംപാറ എന്നൊക്കെ. പക്ഷെ കുതിരവട്ടമൊക്കെ ആക്ച്വലി ആൾക്കാര് ആരും വേണം വെച്ചിട്ട് പോണല്ലോ. നമ്മൾ അവിടെ ഓരോ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് പോവാണ്. നമ്മൾ ഓരോ അസുഖം മനസ്സിലാക്കിയിട്ട് ഓരവിടെ പോവാണ്. പക്ഷെ നമ്മളതൊക്കെ ഒരു കളിയാക്കലാ. കുതിരവട്ടത്തെ ഭയങ്കര എന്തോ എന്ത് ചെയ്ത പോലെ. പക്ഷെ ആള് സാധാ ഒരു ഹോസ്പിറ്റൽ, ഹെൽത്ത് കെയർ സെന്റർ ആണ്, മെന്റൽ ഹെൽത്ത് സെന്റർ ആണ്. നമുക്ക് നെഞ്ഞുവേദന വരുമ്പോ നമ്മള് മറ്റേ കാർഡിയോളജിസ്റ്റിനൊക്കെ കാണിക്കാൻ പോകണ പോലെ തന്നെ നമ്മളെ മനസ്സിനൊരു പ്രശ്നം വരുമ്പോ കാണിക്കാൻ ഒരു ഡോക്ടറെ അടുത്ത് പോണു. അതാണ് കുതിരവട്ടം. പക്ഷെ അതിനൊക്കെ ആൾക്കാർ ഭയങ്കര സ്റ്റിഗ്മയും. പിന്നെ മിത്ത്, നമ്മള് മിത്ത് പറയുമ്പോ അപ്പൊ അങ്ങനെ മലയാളത്തിൽ മിത്തിന്റെ മലയാളം ആക്കിയല്ലോ അറിയോ ഈ കൂട്ടത്തില്? അതായത് മിത്ത് നിങ്ങൾക്ക് മനസ്സിലായോ മിത്ത് എന്താന്നുള്ളത്? നമ്മള് ഫാക്ട് വേഴ്സസ് മിത്ത് എന്ന് പറയാലോ. ഡിപ്രഷൻ വെറും സങ്കടമാണ്, അതൊക്കെ ഒരു മിത്താണ്. എങ്ങനെ ഒന്നും കൂടെ പറയോ? മിത്ത് മീൻസ് കുറെ സ്കിസോഫ്രീനിയ റിലേറ്റഡ് ആയിട്ട് മിത്ത് ഉണ്ട് എന്നാ പറഞ്ഞ. അപ്പൊ മിത്തിന്റെ മലയാളം അറിയുമെന്ന് ചോദിച്ചാൽ അത് മിത്തിന്റെ മലയാളം പുരാണം എന്നൊക്കെയാണ്. പക്ഷെ ഇതൊരു സങ്കല്പം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. യെസ്, അങ്ങനെയും പറയാം, തെറ്റായ സങ്കല്പങ്ങൾ. ഓക്കെ, താങ്ക് യു. പിന്നെ പുവർ അവയർനെസ്, സ്കിസോഫ്രീനിയ. ഇതുവരെ സ്കിസോഫ്രീനിയ എന്താണെന്ന് അറിയണ്ടായിരുന്നു. അത് സ്കിസോഫ്രീനിയ അസുഖമാണ് അറിയാം, പക്ഷെ അത് എന്താ അസുഖമാണ് എന്താണെന്ന് അറിയാതിരിക്കുക. അതേപോലെ ഡിഫറൻസസ് ഇൻ കോഴ്സും പ്രോഗ്നോസിസ് അക്രോസ് സൊസൈറ്റീസ്. അതായത് നമ്മള് കൂടുതൽ ഇവിടെ സ്റ്റഡീസ് അങ്ങനെ ആലോചിക്കലുണ്ട്. നമ്മൾ സൈക്കോളജി എപ്പോഴും പഠിക്കുമ്പോൾ നമ്മളെ പോപ്പുലേഷൻ ആണെങ്കിലും സ്റ്റഡീസ് ആണെങ്കിലും US അങ്ങനത്തെ കുറെ വലിയ വലിയ റീജിയൻസ് ഒക്കെ ആയിരിക്കും പറയണവ. നമ്മൾ ഇന്ത്യയിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. കാരണം കാസർഗോഡുള്ള പോലെയല്ല മലപ്പുറത്തുള്ള, കണ്ണൂർ, തിരുവനന്തപുരം, കേരളത്തിൽ തന്നെ ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. കൾച്ചറലി അല്ലെങ്കിൽ ചെറുതായിട്ട് ലാംഗ്വേജ് റിലേറ്റഡ് ആണെങ്കിലും. ഇനിയിപ്പോ നമ്മൾ പറയണ കേരളവും അവിടെ ഹരിയാന എടുക്കുകയാണ്, ഭയങ്കര കൾച്ചറൽ ഡിഫറൻസസ്. അപ്പൊ ഇത്രയും വൈബ് സ്കിസോഫ്രീനിയന്റെ സിംറ്റംസ് റിലേറ്റഡ് ആയിട്ടൊക്കെ ഡിഫറൻസസ് വരാം. ബയോളജിക്കൽ
vulnerability and environmental stresses triggers on എന്ന് പറഞ്ഞില്ലേ, ജനറ്റിക്കൽ ആയിട്ട് നമുക്ക് ഓൾറെഡി ഉണ്ടാവും. ചിലപ്പോൾ നമ്മളെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഗ്രാൻഡ് പാരന്റ്സിനോ നമ്മളെ പാരന്റ്സിനോ ഒക്കെ ആർക്കെങ്കിലും എൻവയോൺമെന്റൽ ഈ ക്രിറ്റിസിസം, ഹോസ്റ്റിലിറ്റി, ഓവർ ഇൻവോൾവ്മെന്റ് പോലത്തെ സാധനങ്ങളുടെ ഇപ്പൊ ചിലർക്ക് പെട്ടെന്ന് പാസ്റ്റിൽ എന്തെങ്കിലും നടന്നിട്ടുണ്ടാവും. അതൊരു ട്രിഗറാണ്. അപ്പൊ ഈ ബോഡിയിൽ സാധനം ഉണ്ടെങ്കിൽ അത് ചിലപ്പോ എൻവയോൺമെന്റ് കാരണം ഇതുവരെയുള്ളതൊക്കെ ക്ലിയർ ആണോ എല്ലാവർക്കും? ഇപ്പൊ പറഞ്ഞു ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യും. ഏത് ലാസ്റ്റത്തെ ആണോ? എൻവയോൺമെന്റും ബയോളജിക്കലും തമ്മിൽ. ഓക്കെ, ഇപ്പോ എന്റെ ഗ്രാൻഡ് ഫാദറിനോ അല്ലെങ്കിൽ വേണ്ട എന്റെ ഉമ്മാക്ക് സ്കിസോഫ്രീനിയ ഉണ്ട്. ഓക്കെ, അത് എനിക്ക് കിട്ടി. എനിക്ക് കിട്ടിയത് ജനറ്റിക് ആയിട്ട് വരുമ്പോ അത് എന്റെ ഇതിലുണ്ട്, ജനറ്റിക്സിലുണ്ട്, എന്റെ കുട്ടിന്റെ ജനറ്റിക്സിലുണ്ട്. അപ്പൊ എനിക്കും എന്റെ കുട്ടിക്കും ഉണ്ട്. പക്ഷെ എന്റെ കുട്ടിക്ക് ഞാൻ ഭയങ്കര ഓവർ ഇൻവോൾവ്, അല്ലെങ്കിൽ ഞാൻ കുട്ടി പറയുന്നതിനൊക്കെ ഭയങ്കര ക്രിട്ടിസൈസ് ചെയ്യണം കുട്ടിനെ. അപ്പൊ ഇതുകൊണ്ടൊക്കെ ഈ കുട്ടിന്റെ ഉള്ളിലുള്ള സ്കിസോഫ്രീനിയ പുറത്തു വന്നേക്കാം. ഞാൻ പറഞ്ഞല്ലോ എനിക്കും എന്റെ കുട്ടിക്കും ഉണ്ടാവാൻ ചാൻസുണ്ട്. ഇപ്പൊ കുടുംബത്തിൽ നമ്മൾ ഷുഗർ, ഡയബറ്റീസ്, ഹെൽത്ത് കാര്യങ്ങൾ നോക്കിയില്ല, നമ്മളെ ഡയറ്റ് പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഷുഗർ വരാനുള്ള ജനറ്റിക്സിലുണ്ട്. ഉമ്മാന്റെ, എന്റെ പപ്പാന്റെ ഇതിലൊക്കെ, എന്റെ ഉമ്മാന്റെ ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇമ്മാക്കുള്ളതുകൊണ്ട് എനിക്കും എന്റെ കുട്ടിന്റെയും ജനറ്റിക്സിലുണ്ട് പുറത്ത്. എനിക്ക് ഡിസോർഡർ ആയിട്ടില്ല അത്. പക്ഷെ കുട്ടീനെ ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് പ്രഷർ ആക്കണോണ്ട് കുട്ടിന്റെ പുറത്ത് സ്കിസോഫ്രീനിയ. മനസ്സിലായോ? നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഫാമിലി എൻവയോൺമെന്റിനെ പറഞ്ഞല്ലോ. നമ്മള് ഫസ്റ്റ് പോയിന്റ് നോക്കി. ഫസ്റ്റ് പോയിന്റില് നമുക്ക് ഇങ്ങനെ ചിന്തിക്കുന്നു, നമ്മൾ എങ്ങനെ ഫീൽ ചെയ്യുന്നു, നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, ഇതിലൊക്കെയാണ് നമ്മളെ സ്കിസോഫ്രീനിന്റെ പ്രശ്നങ്ങൾ വരുന്നത്, അല്ലെ? അപ്പൊ നമ്മള് ഫാമിലി എൻവയോൺമെന്റിൽ, ഞാൻ ഹോസ്റ്റിലിറ്റിന്റെ പറഞ്ഞപ്പോൾ എന്റെ ഒരു പേഴ്സണൽ അനുഭവം പറഞ്ഞു. ഞാൻ വളർന്നു വന്ന സിറ്റുവേഷനിൽ ഞാൻ ചിന്തിച്ചത് എങ്ങനെ, ഞാൻ എന്താ ചിന്തിച്ചത്, ആ ജീനി എന്താ ചെയ്യാന്നുള്ളത്. പക്ഷെ എന്റെ മേമാക്ക് അങ്ങനെ ഒരു എക്സ്പോഷർ അല്ല കിട്ടിയത്. വേദനായോ കുട്ടിന്റെ ഫീലിങ്സിനാണ് കൺസിഡറേഷൻ കൊടുത്തത്. നമ്മൾ ചിലപ്പോ ചീത്ത നിൽക്കും. അപ്പൊ അതൊക്കെ ഫാമിലി എൻവയോൺമെന്റ്. ഈ കുട്ടി ഇതിങ്ങനെ ഫീഡ് ആയിക്കൊണ്ടിരിക്കുക. നമ്മളൊരു പേപ്പർ കുറച്ച് കത്തിച്ചു, അവിടെ കരിഞ്ഞു, പിന്നെയും കരിഞ്ഞു. ഈ കരി ഇങ്ങനെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുക. ഇത് നമ്മുടെ മനസ്സ്, ഈ പറഞ്ഞ പേപ്പർ കുറച്ച് കത്തിച്ചാൽ കുറച്ചേ ഉണ്ടാവുള്ളൂ. ഇത് എത്രത്തോളം നമ്മളിങ്ങനെ ഇതിന് ഹീറ്റ് കൊടുക്കണോ അത്രത്തോളം ഈ പേപ്പർ കരിഞ്ഞു വരിക ചെയ്യാ. ഇത് നമ്മളെ മനസ്സിനെ ബാധിക്കുന്നുണ്ട് എന്നാ. അതാണ് നമ്മളിടക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കാനും നമ്മൾ ഭയങ്കര ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാനും ഒക്കെ ഇങ്ങനെ പറയണം. നമ്മൾ നടക്കാൻ പോവുക, നടക്കുമ്പോ നല്ല കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഫോക്കസ് ചെയ്യാനൊക്കെ പറയും. അപ്പൊ അതിനെ നമുക്ക് നെഗറ്റീവ്സ് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുക, നമ്മളത് ബാധിക്കും. ഞാൻ അങ്ങനെ 10 വട്ടം ഒരു പ്രാവശ്യം പറയാണ് എന്നെ എന്തിനാ പറ്റാന്നുള്ളത്, വീണ്ടും പറയണം എന്നെ എന്തിനാ പറ്റാന്ന്. അങ്ങനെ ഒരു 100 വട്ടം പറഞ്ഞ അയാൾക്ക് തന്നെ തോന്നുക ഇന്നിപ്പോ എന്തിനാ പറ്റാ. നമ്മളെ എഫക്ട് ചെയ്യുക. അതേ ഞാൻ പറഞ്ഞത് ഫാമിലി എൻവയോൺമെന്റില് ഭയങ്കര ക്രിറ്റിസിസം കിട്ടിയ ആൾക്കാർക്ക് പെട്ടെന്ന് ഭയങ്കര ചൂടാവില്ല. നമ്മൾ എന്ത് ചെയ്താലും ഭയങ്കര ചൂടാവുക, അതിനൊക്കെ ഭയങ്കര ആയിട്ട് പ്രശ്നം വരിക. അതാണ് ഹോസ്റ്റിലിറ്റി പറയാ. പെട്ടെന്ന് നമ്മൾ എന്തെങ്കിലും പറയുമ്പോഴത്തേന് നമ്മുടെ പാരന്റ്സിന് അല്ലെങ്കിൽ ഫാമിലിയിലുള്ള ആർക്കെങ്കിലും സങ്കടങ്ങൾ വരിക, നമ്മളെ കാര്യത്തിൽ കൂടുതൽ ഇൻവോൾവ് ആവുക. നമുക്ക് ഇവിടെ ഒരു ഡിസിഷൻ എടുക്കാനുള്ളൊരു സ്പേസ് തീരെ ഇല്ല. നമ്മൾക്ക് ചെറുപ്പം മുതൽ ഡിസിഷൻസ് ചെറിയ ചെറിയ ഡിസിഷൻസ് എടുത്തു തുടങ്ങണം എന്നുള്ളതാണ്. അറ്റ്ലീസ്റ്റ് നമ്മള് ഏത് കളർ ഡ്രസ്സ് ഇടുന്നു എന്നുള്ളതോ, അല്ലെങ്കിൽ 2 ഫുഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ഏത് ഭക്ഷണം കഴിക്കണം എന്നുള്ളതോ, അതൊക്കെ ഒരു ഡിസിഷൻ ഇതിന്റെ ഭാഗമാണ്.
പക്ഷെ അതിലൊന്നും ഒരു ഫ്രീഡം ഇല്ലാതെ നമ്മളെ കാര്യത്തിൽ ഭയങ്കര ഇൻവോൾവ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വരും എന്നാ പറഞ്ഞത്. അപ്പോഴാണ് ഞാൻ ഈ പറഞ്ഞ ബയോളജിക്കൽ വാൾണറബിലിറ്റി ഉണ്ടല്ലോ. വാൾണറബിൾ എന്ന് പറഞ്ഞാൽ എന്താ? അതില് നമ്മൾ പറയുന്നത് ഒരു മുട്ടായി പൊതിഞ്ഞു വെച്ചാല് അതിൽ ഉറുമ്പരിക്കൂലല്ലോ. പക്ഷെ മുട്ടായി പൊതി ഇല്ലാതെ എഴുതുന്നുണ്ടെങ്കിൽ വാൾണറബിൾ ആ. അതിൽ ഉറുമ്പരിക്കും, ഈച്ച കയറി നിൽക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അതാണ് വാൾണറബിലിറ്റി എന്ന് പറയുന്നത്. ഇപ്പൊ ബയോളജിക്കലി എന്റെ ജനറ്റിക്സിലുണ്ട്, എന്റെ കുട്ടീന്റെ ജനറ്റിക്സിലുണ്ട്. പക്ഷെ ഞാന് എൻവയോൺമെന്റൽ സ്ട്രെസ്സർ കൊടുത്തു. എന്റെ അമ്മ എനിക്ക് തന്നിട്ടില്ല, പക്ഷെ ഞാൻ എന്റെ കുട്ടിക്ക് കൊടുത്തു. എൻവയോൺമെന്റലി ഞാനിങ്ങനെ ചുറ്റുവട്ടം ആണ്, ഞാൻ എന്റെ കുട്ടീന്റെ എൻവയോൺമെന്റൽ ആണല്ലോ ഞാൻ ആ കുട്ടിക്ക് ഭയങ്കര പ്രഷർ കൊടുക്കണം. പ്രഷർ കൊടുക്കുന്ന സമയത്ത് കുട്ടിക്ക് ട്രിഗറായി. മീൻസ് കുട്ടിക്കും ഇതേപോലെ ഇങ്ങനെ സ്കിസോഫ്രീനിയ കാണിക്കാൻ തുടങ്ങി. ഇപ്പൊ ഓക്കെ ആയോ? ഓക്കെ. ഇനി ട്രീറ്റ്മെന്റ് ഫാർമക്കോളജിക്കൽ എന്ന് പറയുമ്പോൾ മരുന്നുകൾ എടുക്കുക എന്നുള്ളതാണ്. പിന്നെ ന്യൂറോലെപ്റ്റിക്സ്, നമ്മള് ആന്റി സൈക്കോട്ടിക്, നമ്മള് ഇതൊക്കെ സൈക്കോട്ടിക് വലിയ കാറ്റഗറി. സ്കിസോഫ്രീനിയ ഒക്കെ ഇനിയും ഇതിലും വലിയ കാറ്റഗറിന്റെ അണ്ടറിലാ വരുന്ന സൈക്കോട്ടിക് ഡിസോർഡേഴ്സ് പറഞ്ഞിട്ട്. അപ്പൊ ആന്റി സൈക്കോട്ടിക് ആയിട്ടുള്ള മരുന്നുകൾ എടുക്കുക. പിന്നെ സൈക്കോ സോഷ്യൽ ഇന്റർവെൻഷൻസ്, സൈക്കോ എഡ്യൂക്കേഷൻ ഓഫ് ഫാമിലി. സൈക്കോ സോഷ്യൽ അതായത് നമ്മൾ സൊസൈറ്റിയിൽ നമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കുക. അതേപോലെ സൈക്കോ എഡ്യൂക്കേഷൻ ഒക്കെ അതന്നെയാണ്, നമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കുക ഇതാണ് അസുഖം, ഇങ്ങനെ അസുഖങ്ങൾ ഉണ്ടാവും, മനുഷ്യന്മാർക്ക് ഇങ്ങനെയൊക്കെ വരാം, അത് വന്നാൽ നമ്മൾ എങ്ങനെ ഓരോട് റിയാക്ട് ചെയ്യണം, എങ്ങനെ ഓരോ ഹാൻഡിൽ ചെയ്യണം, അതൊക്കെ നമ്മൾ സൈക്കോ എഡ്യൂക്കേഷനിലൊക്കെ എടുക്കണം. നമ്മൾ സൊസൈറ്റിനും ബോധവൽക്കരണം, അതന്നെ മെയിൻ ആയിട്ട് പറഞ്ഞാൽ ബോധവൽക്കരണം ചെയ്യാം ആൾക്കാർക്ക്. അതാവുമ്പോൾ ഇവർക്ക് ഒന്നും കൂടെ ആ സ്റ്റിഗ്മ മാറ്റാൻ കഴിയും. ഇവർ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങും. ഒരു സ്കിസോഫ്രീനിയാണ് പറഞ്ഞാൽ ആള് പെട്ടെന്ന് ഹലൂസിനേഷൻ വന്നാലോ ഡിലൂഷൻ വന്നാലോ ഞങ്ങളെ ജോലിനെ ബാധിക്കുക. അപ്പൊ ഇവർക്കൊക്കെ സൈക്കോ എഡ്യൂക്കേറ്റ് ചെയ്ത് കൊടുക്കുക, അവർക്ക് അതിനുള്ള സ്പേസ് ഉണ്ടാക്കി കൊടുക്കുക. പിന്നെ സോഷ്യൽ സ്കിൽസ് ട്രെയിനിങ്, ആള് വിത്ഡ്രോ ചെയ്തതാണെന്നുണ്ടെങ്കിൽ ആളെ തിരിച്ചു കൊണ്ടുവരിക, സൊസൈറ്റിയിൽ എങ്ങനെ ഇന്ററാക്ട് ചെയ്യണം എന്നുള്ള ട്രെയിനിങ് കൊടുക്കുക. ഇപ്പൊ നമ്മൾ ADHD ഉള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ ഓട്ടിസം ഉള്ള കുട്ടികൾക്കൊക്കെ എന്താ നമ്മൾ ട്രെയിനിങ് കൊടുക്കും. നമ്മളിങ്ങനെ റിപ്പീറ്റ് ചെയ്യും, എങ്ങനെ പല്ല് തേക്കണം, എങ്ങനെ ഷൂ കെട്ടണം, അങ്ങനത്തെ ട്രെയിനിങ് കൊടുക്കും. അതേപോലെ തന്നെ ഇവർക്കും സോഷ്യൽ നമ്മൾ സൊസൈറ്റിയിൽ എങ്ങനെ ഇന്ററാക്ട് ചെയ്യണം, എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുള്ള ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുക. പിന്നെ വൊക്കേഷണൽ റിഹാബിലിറ്റേഷൻ, പോവർട്ടി ഓഫ് സ്പീച്ച് നമ്മൾ പറയുന്നില്ലേ, ആൾക്ക് ഇങ്ങനെ പറഞ്ഞു നിർത്തുക, പറയാൻ കിട്ടാതിരിക്കുക, അതാണ് വൊക്കേഷണൽ. വൊക്കേഷണൽ സംസാരിക്കാൻ നമ്മൾ റീഹാബിലിറ്റേഷൻ കൊടുക്കുക. ആൾക്ക് തിരിച്ച് നമ്മൾ ട്രെയിൻ ചെയ്യുക, നാവ് ഇങ്ങനെ വഴങ്ങണത് അങ്ങനത്തെ ഇതുണ്ടല്ലോ, അപ്പൊ നമ്മൾ അതിന് ട്രെയിനിങ് കൊടുക്കുക. പിന്നെ ഫാമിലി തെറാപ്പി കൊടുക്കുമ്പോൾ നമുക്ക് റിലാപ്സ് ഒഴിവാക്കാം. റിലാപ്സ് പറഞ്ഞാൽ എന്താ, തിരിച്ച് ഈ അസുഖം വരുന്നതിനാണ് റിലാപ്സ് എന്ന് പറയാം. ഫാമിലിയിൽ നമുക്ക് ആൾക്കാർക്ക് ഓർക്കും തെറാപ്പി കൊടുക്കുക. അതായത് ചിലപ്പോ ഇപ്പൊ നമ്മൾ പറയല്ലോ ക്യാൻസറോ അങ്ങനത്തെ ഏതെങ്കിലും അസുഖങ്ങൾ ബാധിച്ച ഒരാളാണെന്നുണ്ടെങ്കിൽ അയാളെ മാത്രല്ല അയാളെ ചുറ്റുള്ള ആൾക്കാരെ അത് ബാധിക്കുന്നുണ്ട് അല്ലെ. ഇപ്പൊ സ്കിസോഫ്രീനിയ ആണെന്നുണ്ടെങ്കിൽ ആളെ പാരന്റിനും ബാധിക്കുന്നുണ്ടാവും. അപ്പൊ ആൾക്കും ആളെ പാരന്റ്സിനും ആളെ കുട്ടികൾക്കും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക, തെറാപ്പി കൊടുക്കുക. അതാകുമ്പോ ഈ ഹോസ്റ്റിലിറ്റി ഓല് പെട്ടെന്ന് ഡെല്യൂഷൻ പോലെ ഇങ്ങനെ കാണിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം, ഓക്കെ ഇതൊരു സിംറ്റം ആണ്, ഞാൻ അവിടെ ഹോസ്റ്റൈൽ ആവരുത്, അതായത് ഓല് പെട്ടെന്ന് എനിക്ക് സങ്കടം വരരുത്, ഞാൻ പിടിച്ചു നിൽക്കണം എന്നുള്ള രീതിയിൽ. പിന്നെ കമ്പൈൻഡ് അപ്രോച്ച്, മെഡിസിൻ കൊടുക്കുക, സൈക്കോ സോഷ്യൽ ട്രീറ്റ്മെന്റ്, ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ കൊടുക്കും ട്രീറ്റ്മെന്റ് ആയിട്ട്. ഇത്രയൊക്കെ തന്നെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കാൻ വിചാരിച്ചത്. ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ട് അന്ന് നല്ല ലാഗ് ആയില്ലേ. ഇത് സ്കിസോഫ്രീനിയ മനസ്സിലായോ എല്ലാവർക്കും എന്താണെന്നും അതെങ്ങനെ വരാൻ ചാൻസ് ഉള്ളതെന്നും ക്രൈറ്റീരിയാസും ട്രീറ്റ്മെന്റും ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തത്. എന്തെങ്കിലും ഡൗട്ട്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എല്ലാവർക്കും ക്ലിയർ ആയി എന്നാണോ? ക്ലിയർ ആയി. ഓക്കെ. ഇതില് ഞാൻ പറഞ്ഞതല്ലാതെ എക്സ്ട്രാ നിങ്ങൾ എവിടെയെങ്കിലും കേട്ടതോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എക്സ്ട്രാ ആയിട്ട് ഇങ്ങനെ കേട്ടിരുന്നു മുന്നേ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? വേറെ ക്ലാസ്സിൽ എന്തെങ്കിലും കൂടുതൽ കിട്ടിയിരുന്നു, പക്ഷെ എനിക്ക് ഓർമ്മയിൽ വരുന്നില്ല. സൈക്കോസ്റ്റിയുടെ ക്ലാസ്സിൽ മാമിന്റെ ക്ലാസ് നല്ല ക്ലാസ്. ഇപ്പൊ നമ്മള്
ഇതില് എക്സ്ട്രാ ആയിട്ട് വരുന്ന മോട്ടോറിൽ വരുന്ന മറ്റേ എക്കോലാലിയ എന്നൊക്കെ ഉണ്ട്. അതായത് റിപ്പീറ്റ് ചെയ്യാം. ഞാൻ പറയാണ് ഹായ് പറയുമ്പോ ഓപ്പോസിറ്റ് ഉള്ള മീൻസ് ഡയഗ്നോസ് ആയിട്ടുള്ള ആള് ഹായ് പറയാ, എന്തൊക്കെയുണ്ട് പറയുമ്പോ അയാൾ എന്തൊക്കെയുണ്ട് പറയാ. അതൊക്കെ ഇതിന്റെ സ്പീച്ചിൽ വരുന്നതാട്ടോ. എക്കോലാലിയ, വെർബിക്കറേഷൻ, അതായത് മീനിങ്ലെസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അതേപോലെ സ്വന്തമായിട്ട് വേർഡ്സ് ഉണ്ടാക്കുക, അങ്ങനത്തെ ഒക്കെ ഇതിൽ വരുന്നതാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മളെ ക്ലാസ്. വൈൻഡപ്പ് ചെയ്താലോ? ഓക്കെ. അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ. ഓക്കെ, താങ്ക്സ്. എല്ലാരും ഇതിന്റെ ക്ലാസ് കേട്ടിരുന്നതിന് താങ്ക്സ്. അടുത്ത ഇതിന്റെ വർക്കാണ് ഡോപ്പമിൻ കുറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഉണ്ടാവുന്നുള്ള. അത് നിങ്ങള് കിട്ടിയ ആൾക്കാർ ജസ്റ്റ് ഗ്രൂപ്പിൽ ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ. ഓക്കെ.